يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم رحم الراحماയ الملك الجبار يا الله പവിത്രമായ ഈ മാസം മഹാനരായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മഹാനരായ റഈസുൽ മുഹഖഖീൻ ഗണ്ണിയത്ത് ഉസ്താദ് അതുപോലെ ശംസുൽ ഉലമ ഇകെ ഉസ്താദ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഖദ്ദസല്ലാഹു അസ്റാറഹു ആ മഹാന്മാരുടെ വഫാത്ത് കൊണ്ട് ഉള്ള അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള സ്വാലിഹീങ്ങളായ ഔലിയാക്കളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ മഹത്തായ പരിപാടി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കി തരണം റഹ്മാനെ. ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ നിന്റെ ഹബീബായ തങ്ങളെ ശറഫ് കൊണ്ട് നിന്റെ സ്വാലിഹീങ്ങളെ ജാഹ് കൊണ്ട് സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല റഹ്മാനെ. ദോഷങ്ങൾ കാരണം ഞങ്ങളെ ഹാസിരീങ്ങളിൽ പെടുത്തല്ല അല്ലാഹ്. ദോഷങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകല്ല റഹ്മാനെ. മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഇന്നലെ കുന്നംകുളത്തിനടുത്ത് ഒരു സ്ഥലത്ത് ഈ സമയത്ത് അവിടെ പരിപാടിയിലായിരുന്നു, ശൈഖ് ജീലാനി അനുസ്മരണ പരിപാടിയിൽ. അവിടെയും ഒരു വാഹനത്തിൽ മാരകമായ ക്യാൻസർ പിടിപെട്ട ഹംസ ഹാജി എന്ന് പറയുന്ന ഒരു കാരണവരെ വാഹനത്തിൽ കൊണ്ടുവന്നിരുന്നു. മറ്റ് സഹോദരിമാർ ക്യാൻസർ പിടിപെട്ടവരുള്ളവരുണ്ടായിരുന്നു, ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ മിനിഞ്ഞാന്ന് നരിക്കോട് ഉറൂസിൽ അതാ മാരകമായ നിലയ്ക്ക് ക്യാൻസർ പിടിപെട്ട കുട്ടിയുടെ അസുഖം മാറാൻ ആ കുട്ടിയെ അവിടെ കൊണ്ടുവന്നിരുന്നു. അത് കഴിഞ്ഞ് അതാ ഉള്ളാൾ തങ്ങളുടെ അനുസ്മരണ പരിപാടി തലശ്ശേരിയിൽ ഞങ്ങൾ 4 മണിക്ക് അസറിന് കുത്തുബി തങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ അവിടുത്തെ പേരമക്കൾ സംഘടിപ്പിച്ച പരിപാടിയിലും ഒരു വാഹനത്തിൽ 8 വയസ്സുള്ള പെൺകുട്ടിയെ മയ്യത്ത് പോലെ കിടത്തിയിട്ട് ഒരു ഇന്നോവ കാറിൽ കൊണ്ടുവന്ന് അവിടെ നമ്മൾ ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ സംഘാടകർ പറഞ്ഞു ആ വാഹനത്തിൽ അടുത്ത് പോയിട്ട് വേണം നമ്മുടെ സ്റ്റേജിലേക്ക് പോകാനെന്ന്. ചെന്ന് നോക്കുമ്പോൾ 8 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് അബോധാവസ്ഥയിൽ അത്യാസന്നയിൽ കിടപ്പിലാണ്. അല്ലാഹുവേ, ആര് ഇത്തരം മാരക രോഗങ്ങളാൽ ശാരീരിക മാനസിക വിഷമങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ടോ? പറയപ്പെട്ട സ്വാലിഹീങ്ങളെ ജാഹ് കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം റബ്ബേ. ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാനെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്. ഹാർട്ടിന്റെ പ്രയാസം നീക്കണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. വന്യരായ വഫാത്തായ ഞങ്ങളുടെ വന്യരായ പിതാക്കൾ ഉപ്പാപ്പമാര് കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ ഉസ്താദ്, താജുൽ ഉലമ ഉള്ളാൾ തങ്ങളടക്കമുള്ള സകല നേതാക്കൾ പ്രിയപ്പെട്ടവർ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ,
ഒരുമിച്ച് കൂടിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ ഫള് കൊണ്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞ പ്രാവശ്യം ഈ മഹത്തായ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച നമ്മുടെ പള്ളിയിൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദിക്ർ മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ച് പ്രിയ സ്നേഹിതൻ മന്നാനി ക്ഷണിച്ചപ്പോൾ ഇങ്ങോട്ട് വരികയും ആ മജ്ലിസിൽ വെച്ച് പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പിരിവെടുക്കണം എന്ന് പറഞ്ഞ് ആ പിരിവ് ചോദിച്ച സമയത്ത് പ്രിയപ്പെട്ട നാട്ടിലെയും പരിസര നാടുകളിലെയും സദസ്സിൽ ഒരുമിച്ച് കൂടിയ സ്നേഹികൾ വളരെ ആത്മാർത്ഥമായി സഹകരിച്ച് പവൻ കണക്കിന് സ്വർണം നൽകുകയും ക്യാഷ് പറയുകയും അവിടെ വെച്ച് നാം അല്ലാഹുവിന്റെ ഹബീബിനെ വസീലയാക്കി റബ്ബിലേക്ക് തവക്കുലാക്കി ദുആ ചെയ്ത് ആ കാര്യം വിജയിച്ചു കിട്ടാൻ എന്ന് ചിന്തിച്ച് മാഷാ അല്ലാഹ് തൊട്ടടുത്ത വർഷമാകുന്ന ഈ വർഷം ഇവിടെ മന്നാനിയുടെ നേതൃത്വത്തിലും മറ്റു പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിലും നടന്നു വരുന്ന മഹത്തായ ദിക്ർ മജ്ലിസിന്റെ 2ാം വാർഷികമായിട്ട് ഇപ്രാവശ്യം കഴിഞ്ഞതിന്റെ ശേഷമുള്ള വാർഷികമായിട്ട് നാം സംഘടിപ്പിച്ച ഈ മഹത്തായ വേദിയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നിക്കാഹ് ചെയ്ത് അവർക്ക് വേണ്ട വസ്ത്രങ്ങളും മഹറും ആഭരണങ്ങളും ഇവിടെ വലീമത്തായിട്ട് വിതരണം ചെയ്ത പായസവും ഒക്കെയായിട്ട് വലിയ സന്തോഷമുള്ള ഈ മഹത്തായ മജ്ലിസ് അല്ലാഹുവേ ഖബൂലാക്കണം റഹ്മാനെ. ആര് ഞങ്ങളെ മജ്ലിസിനോട് സഹകരിച്ചോ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ. ഇന്ന് നിക്കാഹ് കഴിഞ്ഞ ദമ്പതികൾക്ക് മൗത്ത് വരെ സന്തോഷത്തിൽ നല്ല ഇൽഫത്തിൽ ഹൈറായ മക്കളെ ബർക്കത്തായി നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ആര് വിഷമമുള്ളവരുണ്ടോ അവരൊക്കെ ഞങ്ങളെയൊക്കെ നീ സഹായിക്കണം റഹ്മാനെ. ഇനി ഞങ്ങൾ വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പാവപ്പെട്ട വളരെ കഷ്ടത അനുഭവിക്കുന്ന മാതാപിതാക്കളില്ലാത്ത ദുരിതം അനുഭവിക്കുന്ന വീടില്ലാതെ വിഷമിക്കുന്ന ഒരു സുഹൃത്തിന്റെ വീട് നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ഫണ്ട് ശേഖരിക്കുന്നു. ആ പരിപാടി വീട് നിർമ്മാണം ഞങ്ങൾ നടത്തുന്നത് കാരണം, ഞങ്ങൾ അതിനോട് സഹകരിക്കുന്നത് കാരണം ആഖിറത്തിൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ അതിനു പകരം നീ ഒരു ബിൽഡിംഗ് തരണം റഹ്മാനെ, നീ ഒരു വീട് നൽകണം റഹ്മാനെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, സമയം വളരെ വൈകിയിട്ടുണ്ട്. സാധുവായി എനിക്ക് നാളെ കാലത്ത് തന്നെ ബായാറിലേക്ക് പോകാനുമുണ്ട്. ഒരുപാട് പണ്ഡിതന്മാരും വന്യരായ ഉസ്താദടക്കമുള്ള പ്രായമുള്ളവരും അല്ലാത്തവരുമായ ഉലമാ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഹബീബായ തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എത്ര വലിയ തെറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഞങ്ങൾക്ക് നിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് മാപ്പാക്കിയിട്ട് മൗത്തിന്റെ സമയം മലായികത്ത് തങ്ങളെ കാണിക്കുമ്പോ ഹാവാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തബസ്സുമിൽ മരിക്കാൻ ഈ മജ്ലിസ് കാരണമാക്കി തരണം റഹ്മാനെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. അല്ലാഹു വലിയ റഹ്മാനാണ്, എല്ലാവർക്കും അറിയാം. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് അറിയിക്കുകയാണ്, അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക, എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ള മനുഷ്യരോട് എന്ന് മാത്രമല്ല സകല ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കാനാണ് തങ്ങളുടെ നിർദ്ദേശം. ജാതിമത ഭേദമന്യേ സകല പടപ്പുകളോടും കാരുണ്യം കാണിക്കാനുള്ള സന്മനസ് ആർക്കുണ്ടോ എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയും, കൃപ ചൊരിയും, ഗുണം ചൊരിതു തരും, ഗുണങ്ങൾ വർഷിച്ചു തരും, കാരുണ്യമൊഴുക്കി തരും. മുഹമ്മദുർ റസൂലുള്ളാഹി
അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഒരു സംഭവം അറിയിച്ചു. ഒരു പെണ്ണ് ഒരു പൂച്ചനെ കെട്ടിയിട്ട് ആ പൂച്ചക്ക് കുടിക്കാനും കഴിക്കാനും ഭക്ഷണമൊന്നും കൊടുത്തില്ല. അതിനെ ബന്ധസ്ഥതയിൽ ആ പെണ്ണ് കുടുക്കി. തങ്ങൾ പറഞ്ഞു ആ പെണ്ണിനെ സംബന്ധിച്ച് ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകാവകാശികളിൽ പെട്ടവളാണ്. അതേസമയം ഷാഫി മദ്ഹബുകാരായ നാം തൊട്ടാൽ 7 പ്രാവശ്യം കഴുകുകയും അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകിയെങ്കിൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ അയിനുൻ നജസാകുന്ന നായ, ആ നായ ദാഹിച്ചു വലഞ്ഞ സമയത്ത് നായക്ക് ദാഹമകറ്റാൻ വെള്ളം സംഘടിപ്പിച്ചു കൊടുത്തു ഒരാൾ. അയാളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞത് അദ്ദേഹം ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ടിട്ട് അല്ലാഹു അദ്ദേഹത്തെ ആ പ്രവർത്തനം കൊണ്ട് കബൂലാക്കിയിട്ട് സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ, മഹാന്മാരായ അയിമ്മത്ത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ജീവകാരുണ്യ പ്രവർത്തനം ചെറുതല്ല. പാവപ്പെട്ട വിശന്ന് വലഞ്ഞ് ഒരു നേരത്തെ വിശപ്പടക്കാൻ വകയില്ലാതെ പ്രയാസപ്പെടുന്ന നൊമ്പരം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്കൊന്ന് വിശപ്പടക്കാൻ ഒരു ആഹാരത്തിന് വഴി നാം മുഖേന ഉണ്ടായി കിട്ടിയാൽ, സാധുവായ ഞാൻ നടത്തുന്ന, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ സാദാത്തുക്കൾ നടത്തുന്ന സംഘടനകളിലും സ്ഥാപനങ്ങളിലും മറ്റ് മഹല്ല് ജമാഅത്തുകൾ നടത്തുന്ന എത്രയോ പരിപാടികളിലൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാന്ത്വനം പദ്ധതികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ ബായാറിലും 1000-ഓളം വരുന്ന കുടുംബത്തിന് മാസാമാസം റിലീഫ് വിതരണം സ്വലാത്തിന്റെ പിറ്റേ ദിവസം നടത്തുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് നിർമ്മാണത്തിന് സഹായം നൽകുന്നുണ്ട്. ചികിത്സയ്ക്ക് പ്രയാസമുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട്. പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ഞങ്ങളെ കൊണ്ടാകുന്ന രൂപത്തിൽ വിവാഹ സഹായം നൽകാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള മഹത്തായ നിലക്ക് ഉള്ള വലിയ കാരുണ്യ പ്രവർത്തനങ്ങളിൽപ്പെട്ട വിശന്നവനിക്കുള്ള ഭക്ഷിപ്പിക്കൽ തങ്ങളോട് ചോദിച്ചു. മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ് ഖാല, അവിടുന്ന് പറഞ്ഞു, അൽ ഇസ്ലാം വിശന്നവനെ ഭക്ഷിപ്പിക്കലാണ് ഇസ്ലാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചെറുതല്ല. വിശന്ന് വലഞ്ഞ് ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരാൾക്ക് ഒരു മുറുക്ക് വെള്ളം നമ്മുടെ കൈകൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട് നാം മുഖേന കുടിപ്പിച്ചാൽ, ഭക്ഷണം കഴിപ്പിച്ചാൽ, ഡ്രസ് ധരിപ്പിച്ചാൽ, ചികിത്സക്ക് അതാ സഹായമില്ലാതെ ഇപ്പൊ മാരകമായ ക്യാൻസർ പടർന്നു പിടിച്ച സമയമാണല്ലോ. വയറ്റിൽ ചെറിയ വയറുവേദന വന്നാൽ മതി, തൽക്കാലം ഡോക്ടർമാര് ചെറിയ ചെറിയ മരുന്നുകൾ കുറിച്ച് തരും, ആശ്വാസം കിട്ടും. മാസങ്ങൾക്ക് ശേഷം വീണ്ടും അസഹ്യമായ വേദന. അവർ പറയൂ ഒന്ന് ചെക്കപ്പ് ചെയ്തു നോക്കണം. ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് കിട്ടി, കുടലിൽ ക്യാൻസറാണ്, വയറ്റിൽ മുഴയാണ്, ശ്വാസകോശത്തിൽ ക്യാൻസറാണ്, കയലവീക്ക ക്യാൻസറാണ്, ഹാർട്ടിന് ക്യാൻസറാണ്, നാവിന് ക്യാൻസറാണ്, കണ്ണിൽ ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമറാണ്, മൂത്രക്കോയലിൽ ക്യാൻസറാണ്, കാലിൽ ക്യാൻസറാണ്. അല്ലാഹുവേ, അത്തരം മാരക രോഗങ്ങളെ കൊണ്ടും താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ കൊണ്ടും ഞങ്ങളെയും ഞങ്ങളെ സ്നേഹികളെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ക്യാൻസർ പിടിപെട്ടിട്ട് വീടും ഉള്ളത് മുഴുവനും വിട്ട് ചികിത്സിച്ചിട്ട് ഒന്നുമില്ല, പലവരിൽ നിന്നും മഹല്ല് ജമാഅത്തുകളിൽ നിന്നും കാരുണ്യ പ്രവർത്തനം നടത്തുന്നവരെ സമീപിച്ചിട്ടൊക്കെ സമ്പാദ്യങ്ങൾ വാങ്ങിയിട്ട് അതുകൊണ്ട് മുഴുവനും ചികിത്സിച്ചിട്ടൊന്നും ഭേദമാകാതെ ഇനി ചികിത്സിക്കാൻ ഞങ്ങൾ ആരോട് ചോദിക്കും എന്ന നിലയ്ക്ക് പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ എത്രയുണ്ട് നമ്മുടെ മുമ്പിൽ, അറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് അങ്ങനെ ദുരിതമനുഭവിക്കുന്ന രോഗികൾക്ക് നമ്മുടെ അധ്വാനമായിട്ട്, നാം മുഖേനയായിട്ട്, അവർക്കൊരാശ്വാസമായിട്ട് എന്തെങ്കിലും ചികിത്സക്ക് നമുക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞാൽ, അവരൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അല്ലാഹ് നമ്മളെ ഹായിബാക്കൂല കേട്ടോ. നമ്മളൊക്കെ സുന്ദരമായിട്ട് സന്തോഷത്തോടുകൂടെ നാം യാത്ര ചെയ്ത്, അല്ലെങ്കിൽ നാം നമ്മുടെ വീടുകളിലേക്ക്, പള്ളികളിൽ നിന്ന്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് മറ്റ് വിഷയങ്ങളിൽ നിന്നൊക്കെ വിരമിച്ചിട്ട് വീട്ടിൽ പോയിട്ട് സുഖസുന്ദരമായിട്ട് ഭക്ഷണം കഴിച്ച് മക്കളോടുകൂടെ, ഭാര്യമാരോടുകൂടെ നമ്മുടെ വീട്ടിൽ നാം സന്തോഷത്തോടെ കിടന്നുറങ്ങുമ്പോൾ ഒന്ന് അന്തി ഉറങ്ങാൻ, ഒന്ന് സമാധാനത്തോടെ
2 റക്അത്ത് അല്ലെങ്കിൽ മറ്റു നിസ്കാരങ്ങൾ മനസ്സമാധാനത്തോടെ ഖുർആൻ മറിച്ചിട്ടൊന്ന് ഓതാൻ ഒരു കൂരയില്ലാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ അറിയില്ലേ? യാത്ര ചെയ്യുന്ന സമയത്ത് റെയിൽവേ പുറമ്പോക്കുകളിലും പീഡിക തിണ്ണകളിലും നമ്മെപ്പോലെ കണ്ണിന് കാഴ്ചയുള്ള, ബുദ്ധിയുള്ള, സംസാരശേഷിയുള്ള, ആരോഗ്യമുള്ള ആയിരക്കണക്കിന് മനുഷ്യമക്കൾ ഒന്ന് പുതക്കാൻ ഒരു പുതപ്പില്ലാതെ ഉടുതുണി മുകളിൽ അതാ ഇട്ടിട്ട് തലയിണ വെക്കാൻ ഒന്നുമില്ലാതെ പാറക്കല്ലിന്റെ മുകളിൽ, കോൺക്രീറ്റിന്റെ മുകളിൽ തലയിണയായിട്ട് അതിനെ സ്വീകരിച്ച് മെത്തയായിട്ട് റോഡുകളെ, ടാറിട്ട റോഡുകളെയും ബിൽഡിങ്ങുകളുടെ തിണ്ണകളെയും അവർ മെത്തയായി കണ്ടിട്ട് അന്തി ഉറങ്ങിയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യമക്കളുള്ള നാട്ടിലാണ് എന്റെയും നിന്റെയും സന്തോഷമുള്ള. നമുക്ക് ഭക്ഷണത്തിന്റെ മുമ്പിലെത്തിയാൽ ഏത് ഭക്ഷണം കഴിക്കണം, ഏത് കറി ഒഴിക്കണം, ഏത് പായസം കുടിക്കണം, ഏത് നിലക്കുള്ള ഡ്രസ്സ് ധരിക്കണം, ഏത് റൂമിൽ കിടക്കണം, ഏത് രൂപത്തിൽ ജീവിക്കണം എന്നുപോലും നാം എന്ത് ചെയ്യണമെന്ന്, അതിൽ പോകണോ, ഇതിൽ പോകണോ, അത് കഴിക്കണോ, ഇത് കുടിക്കണോ, ഇത് ധരിക്കണോ, അത് ധരിക്കണോ, അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ എന്ന് ചിന്തിക്കുന്ന വലിയ നിഅമത്ത് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബ് തന്നെയാണ് ഈ പാവപ്പെട്ട എന്നെയും നിങ്ങളെയും കഷ്ടപ്പെടുന്ന ജനങ്ങളെയും പടച്ചിട്ടുള്ളത്. ആ റബ്ബിന്റെ കോടതിയിലേക്കാണ് നമുക്ക് യാത്രയുള്ളത്. ഈ ദുനിയാവിലെ ജീവിതം കൂടുതൽ കാലമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു ചെറിയ യാത്രയുടെ സമയമാണ്. അങ്ങനെയാണ് മഹാന്മാരായ ഔലിയാക്കളൊക്കെ ദുനിയാവിനെ കണ്ടത്. നമ്മെപ്പോലെ 10 റുപ്യയുടെ നൊട്ട ക്യാഷ് പടക്കുന്ന ക്യാഷ് കിട്ടുമ്പോഴേക്ക് നമ്മൾക്ക് ഈ ദുനിയാവിൽ കാലാകാലം ഇനി കൂടാനുള്ളതാണ്. കിട്ടുന്ന സമ്പാദ്യങ്ങൾ ഏത് രൂപത്തിലെങ്കിലും സമ്പാദിച്ചുണ്ടാക്കിയിട്ട്, ഭൂമി വാങ്ങിയിട്ട്, ബിൽഡിങ്ങുകൾ കയറ്റിയിട്ട്, വരുമാന മാർഗം സ്വീകരിച്ചിട്ട്, ഉള്ള വീടൊന്നും പോരാ, അപ്പുറത്തെ വീട് കുറച്ച് ജോറിൽ ഇപ്പത്തെ പുതിയ പരിഷ്കരിച്ച ഫാഷന്റെ വീടാണെങ്കിൽ അതിനേക്കാളും ഉസാറായിട്ട് എന്റെ വീട് വേണമെന്ന് ഭാര്യയുടെ വാക്ക് കേട്ട്, മക്കളുടെ സന്തോഷമറിയിപ്പ് കേട്ടിട്ട്, അതിനുവേണ്ടി നാം ബാങ്കിൽ ലോൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ പണ്ടം ലോൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ പലിശയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അള്ളാഹ് പൊരുത്തപ്പെട്ടതാണോ പൊരുത്തപ്പെടാത്തതാണോ എന്ന് ചിന്തിക്കാത്ത നിലക്ക് അതാ വിഹിതങ്ങൾ ഉണ്ടാക്കിയിട്ട് വീട് നിർമ്മാണം നടത്തി തന്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ, ഓ മുസ്ലിം പുരുഷന്മാരെ, മുസ്ലിം സഹോദരിമാരെ, എന്റെ സൗണ്ട് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മഹാന്മാര് ദുനിയാവിനെ വില വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഉംറ യാത്ര ചെയ്തവരാണ്, ഹജ്ജ് യാത്ര ചെയ്തവരാണ്, സിയാറത്തിന് പോയവരാണ്, മറ്റ് യാത്രകൾ നടത്തിയവരാണ്, ബിസിനസിന് മറ്റ് നാടുകളിൽ പോയിട്ട് ബിസിനസിന് പോയവരാണ്. പക്ഷേ അവിടൊക്കെ നമുക്ക് തൽക്കാലം നാം ചെയ്യുന്ന ബിസിനസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ റൂം റെഡിയാക്കിയിട്ട്, അതേ യാത്ര പോകുന്ന സമയത്ത് യാത്രക്കുള്ള ഡ്രസ്സുകളും ആവശ്യമായ സാധനങ്ങളും ക്യാഷുകളും കരുതിയിട്ട് ചെറിയ സമയം കൊണ്ട് തിരിച്ചു വരുന്നത് വരേക്കുള്ള ഒരു ചെറിയ ഒരു ഒത്തൊരുമിച്ച് കൂട്ടൽ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ എങ്കിൽ അതുപോലുള്ള ഒരു യാത്ര മാത്രമാണ് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതമെന്ന് മനസ്സിലാക്കിയ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയെ പോലുള്ള, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിനെ പോലുള്ള, കണ്യത്ത് ഉസ്താദിനെ പോലുള്ള, താജുൽ ഉലമ തങ്ങളുപ്പാപ്പയെ പോലുള്ള, മമ്പുറം തങ്ങളുപ്പാപ്പയെ പോലുള്ള, വെളിയങ്കോട് തങ്ങളുപ്പാപ്പയെ പോലുള്ള, അതുപോലെ തന്നെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അടക്കം, അതാ പുത്തമ്പള്ളി ഷെയ്ഖ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരടക്കം, അവിടുത്തെ എരമംഗലം ഷെയ്ഖാകുന്ന ഷിയാ മുസ്ലിയാരടക്കം വലിയ വലിയ മഹത്തുക്കൾ അവര് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ദുനിയാവിനെ വില വെക്കാത്ത നിലക്ക് ഷെയ്ഖ് റിഫായി തങ്ങളെ പോലുള്ള മഹാന്മാരടക്കം ഔലിയാക്കളുടെ അഖ്വാലുകൾ അദ്ദുനിയാ ദാറുൽ ഫനാ والآخرة دار الخلود كما قال تعالى والآخرة خير وأبقى. ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും നിലനിൽക്കില്ല. ഇവിടത്തെ ഉമ്മവാപ്പക്ക് നിലനിൽപ്പില്ല. ഇവിടത്തെ കൂട്ടുകുടുംബത്തിന്, ഭാര്യ മക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, സ്നേഹിതന്മാർക്ക്, ഇഷ്ടജനങ്ങൾക്ക്, ഇവിടത്തെ സമ്പാദ്യത്തിന്, സ്വാധീനത്തിന്, ആരോഗ്യത്തിന്, ഭംഗിക്ക്, ഇവിടത്തെ ഒരു കഴിവിനും ഒരു കാര്യത്തിനും നിലനിൽപ്പില്ല. ഇന്നല്ലെങ്കിൽ നാളെ ശ്വാസമടങ്ങിയാൽ ഖബറിലേക്ക് യാത്രയല്ലേ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തുപോകുന്നു
കഴിഞ്ഞ മാസത്തിനു മുമ്പ് അതാ കാസർഗോഡ് ടൗണിൽ ബന്ദിയോട്ടങ്ങാടിയിൽ വെച്ച് രാത്രി ഏകദേശം ഒരു 11 മണി സമയത്ത് 2 വീലറിലൂടെ യാത്ര പോകുന്ന കുട്ടികൾ ഹൈവേയിലൂടെ യാത്ര പോകുന്നു. മറ്റു കുട്ടികൾ 2 വീലറിലൂടെ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് അതാ മുറിച്ചു കിടക്കുന്ന സമയത്ത് അവരുടെ രണ്ടാളുടെയും വണ്ടി ചെറുങ്ങനെ ഒന്ന് തട്ടിയിട്ട് 3 കുട്ടികളുള്ള ബൈക്ക് നടു റോട്ടിലേക്ക് അതാ മറിയുകയാണ്. ഈ ചെറുപ്പക്കാരതാ റോട്ടിലേക്ക് തെറിച്ചു വീഴുകയാണ്. കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പെടുന്നനെ എഴുന്നേൽക്കാൻ നോക്കുമ്പോഴേക്ക് അതാ മംഗലാപുരം ഭാഗത്തു നിന്ന് വന്ന വലിയ ടാങ്കർ ലോറി ഈ ചെറുപ്പക്കാരുടെ 3 ശരീരങ്ങളുടെ മുകളിലൂടെയും കയറി ഇറങ്ങി. വലിയ സ്പീഡുള്ള ലോറിയിലെ ഡ്രൈവർ അറിഞ്ഞില്ല. സൗണ്ട് കേട്ട് കുറച്ചപ്പുറത്ത് സ്റ്റോപ്പ് ചെയ്ത് ബ്രേക്ക് ഇട്ട് നിർത്തി നോക്കുമ്പോ ജനങ്ങൾ കൂടിയിട്ട് അതാ നോക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരുടെ 3 ചെറുപ്പക്കാരുടെ തലച്ചോറും തലയോട്ടിയും അതാ ലോറിയുടെ ചക്രത്തിന്റെ ടയറിന്മേലൊട്ടിപ്പിടിച്ച് രക്തം തളം കെട്ടിക്കിടക്കുന്നു. 22ഓളം വയസ്സുള്ള കാസർഗോഡ് ജില്ലയിലെ മേർക്കള എന്ന് പറയുന്ന സ്ഥലത്ത് പാവപ്പെട്ട കുടുംബത്തിന് അധ്വാനിച്ചുകൊണ്ട് കുടുംബം പുലർത്തിയിരുന്ന 3 ചെറുപ്പക്കാരും ചൊവ്വാഴ്ച രാത്രി സംഭവിച്ച് അതാ ബുധനാഴ്ച ഞങ്ങൾ എത്തിയിട്ട് വെള്ളിയാഴ്ച ജുമയുടെ ശേഷം ആ 3 വീട്ടിലും സാധുവായ ഞാനും ഞങ്ങളുടെ പ്രവർത്തകരും പോയിട്ടുണ്ട്. അർഹമുർ-റഹീമായ അല്ലാഹ്, അത്തരത്തിൽ ആര് ഞങ്ങളിൽ നിന്ന് മൗത്തായിട്ടുണ്ടോ ഖബറിനെ സന്തോഷത്തിലാക്കണമല്ലോ. കുടുംബത്തിൽ സബർ നൽകണം റബ്ബേ. അത്തരമൊരു നടുറോട്ടിലും ഹോസ്പിറ്റലിലും പെടുന്നവരെയും അറ്റാക്കിലും ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. പറഞ്ഞു വന്നത് മുസ്ലിമീങ്ങളെ, ദുനിയാവിന് നിലനിൽപ്പില്ല. ആ ചെറുപ്പക്കാരിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച് കല്യാണം പ്രതീക്ഷിച്ചുകൊണ്ട് പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് പെണ്ണ് നോക്കാനും മറ്റു വിഷയത്തിലും പങ്കെടുത്ത ആളുകളുണ്ട്. പക്ഷേ അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലൊരു പെണ്ണിന്റെ കൂടെ കഴിയാൻ, നിക്കാഹാകുന്ന ബന്ധം പുലർത്താൻ, അവരിലൂടെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തിട്ടില്ല. ആ ചെറുപ്പക്കാര് ആ വിഷയം മുൻകൂട്ടി അറിഞ്ഞിട്ടില്ല. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹ് പിന്തിപ്പിക്കൂല. ഏത് സ്ഥലത്ത് ആരുടെ മുമ്പിൽ എങ്ങനെയാണ് എവിടെയാണ് എപ്പോഴാണ് മൗത്തെന്ന് എനിക്കോ നിനക്കോ റബ്ബ് സുബ്ഹാനഹു വ തആല നിഅമത്തായിട്ട് അറിയിച്ചു തന്നില്ല. നിഅമത്തെന്ന് ഞാൻ പറഞ്ഞത് നേരെ മറിച്ച് ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന രൂപത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് മരണപ്പെടുമെന്നുള്ള മുൻകൂട്ടി ഒരു വിവരം എനിക്കോ നിനക്കോ അല്ലാഹ് തന്നാൽ കിടന്നാൽ ഉറക്കു വരുവോ, ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങൂ, വെള്ളം കുടിച്ചാൽ ഇറങ്ങൂ, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഖാലിഖായ റബ്ബ് ഈമാൻ കുറഞ്ഞ നമ്മൾക്കൊന്നും മരണം എങ്ങനെ എപ്പാരുടെ മുമ്പിൽ ഏത് രൂപത്തിൽ ഡേറ്റിനെന്ന് അല്ലാഹു മുൻകൂട്ടി അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ആ മരണം നമ്മോട് വളരെ അടുത്താണ്, അവയവങ്ങളെ പോലെ അടുത്താണ്, ഒരിക്കലും ദൂരമല്ല. ആ മരണത്തെ ചിന്തിച്ചിട്ട് ആഖിറമാകുന്ന വീടാകുന്ന ഖബറിലേക്ക് സമ്പാദിക്കാൻ നമുക്ക് തന്ന സമ്പത്ത് പാവപ്പെട്ടവരെ കല്യാണത്തിലേക്കും യതീമക്കളെ സംരക്ഷണത്തിലേക്കും അതുപോലെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മാണത്തിലേക്കും രോഗികളുടെ ചികിത്സയിലേക്കും അല്ലാഹുവിന്റെ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പണ്ഡിതന്മാർക്ക് വേണ്ടി മുതഅല്ലിമുകൾക്ക് വേണ്ടി ദീനിനാവശ്യമായ ഖൈറായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ മുന്നിട്ട് വരണേ മുസ്ലിം സമ്പന്നന്മാരെ, മുസ്ലിം കാരണവന്മാരെ, മുസ്ലിം ചെറുപ്പക്കാരെ. അത് ഒരിക്കലും നഷ്ടമല്ല. കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് അത് കണ്ടറിഞ്ഞിട്ട് ധാരാളം ബറക്കത്ത് അതുകൊണ്ട് നിനക്കും എനിക്കും ചൊരിതു തരും.
അതല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യംഹഖുല്ലാഹു റിബാ വയുർബിസ് സ്വദഖാത്ത്. സബഉൽ മൂബിഖാത്തിൽപ്പെട്ട ഏറ്റവും വലിയ തെറ്റ് ലൈലത്തുൽ ഖദറിന്റെ ദിവസം അതാ റഹ്മുർ-റഹീമായ റബ്ബ് റമദാന്റെ പോരിശ കൊണ്ട് അറിയില്ലേ, റമദാൻ എന്ന പേരിൽ ആ മാസം അറിയപ്പെടാൻ അല്ലാഹു ധാരാളം ദോഷങ്ങൾ കരിച്ചു കളയുന്നതിനാലാണ് കരിച്ചു കളയുക എന്ന മാന ഉൾക്കൊള്ളുന്ന റമദാൻ എന്ന പേരിൽ ആ മാസം പ്രസിദ്ധമാകാൻ കാരണമെന്ന് ഇമാമിയങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടില്ലേ. ആ റമദാന് മഹത്വമുണ്ടാകാൻ കാരണം ഖുർആന്റെ സാക്ഷ്യപ്പെടുത്തൽ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ വന്നതാണ്. മറ്റൊന്ന് ബദർ ദിനം വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ആയത്ത് വിശദീകരിച്ച് ബദരീങ്ങളെ മഹത്വം എഴുതിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി എഴുതിയിട്ടുണ്ട്, ഇമാം തബരി റഹ്മഹുല്ലാഹ് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റു മഹത്വം പറയുന്നത് സൂറത്തുൽ ഖദറിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ 1000 മാസത്തെ മഹത്വമുള്ള അമല് ഒരൊറ്റ രാത്രിയിലെ അമല് കൊണ്ട് മാത്രം അല്ലാഹു ഹബീബായ തങ്ങളുടെ ഉമ്മത്തിന് പ്രത്യേകമായിട്ട് സമ്മാനിച്ച ദിവസം ഉൾപ്പെട്ട റമദാനിക്ക് മഹത്വമില്ലേ മുസ്ലിമീങ്ങളെ? ആ റമദാൻ ഷരീഫിലെ ലൈലത്തുൽ ഖദറിന്റെ ദിവസം അല്ലാഹ് എല്ലാ ആളുകൾക്കും മാപ്പായിട്ട് ദോഷം പൊറുക്കുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് അറിയിച്ചതുപോലെ മറ്റ് ഇമാമിയങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ പലിശയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് എന്ന് പറയുന്ന വലിയ ഗൗരവമുള്ള സൗണ്ട് പുറത്തു വന്നില്ലേ? അദ്ദേഹത്തെ അന്വേഷിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റുമായി, ലോണുമായിട്ട്, പലിശയുമായി, വട്ടിയുമായിട്ട്, ലോട്ടറിയുമായിട്ട് അതാ കുറി പണം നടത്തിയിട്ട്, കുറി വിളിച്ചെടുത്തിട്ട് പലിശയുമായി ബന്ധപ്പെട്ട നിലക്ക് അല്ലാഹ് പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള കുറികൾ, ആ രൂപത്തിൽ ജീവിച്ചാൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രി വരെ, ദിവസം വരെ അല്ലാഹ് ഖബറാളികൾക്കൊക്കെ പൊറുക്കുമ്പോഴും ദുനിയാവിൽ ആരുതായിരുന്നാലും ഇത്തരം പലിശക്കാർക്ക് അല്ലാഹ് പൊറുക്കൂല. സബഉൽ മൂബിഖാത്തിൽപ്പെട്ട പലിശയുമായിട്ട് ആര് ബന്ധപ്പെട്ടിട്ടുണ്ടോ യംഹഖുല്ലാഹു റിബാ, അവനെ അല്ലാഹ് തളർത്തുന്നതാണ്, നശിപ്പിക്കുന്നതാണ്, ദാരിദ്രനാക്കുന്നതാണ്, ദരിദ്രനാക്കുന്നതാണ്. അതേസമയം ഇല്ല കുറഞ്ഞേ സമ്പാദ്യമുള്ളൂ, ഭാര്യ മക്കൾക്ക് ആവശ്യത്തിന് ചെലവിന് കഴിക്കാൻ ചെറിയ നിലക്കേ കിട്ടുന്നുള്ളൂ, എനിക്കും ജീവിക്കാൻ ചെറിയ നിലക്കേ ഉള്ളൂ, ഒരു ചെറിയ വീടേ ഉള്ളൂ, അത്യാവശ്യം സൗകര്യമേ ഉള്ളൂ. പക്ഷേ പാവപ്പെട്ട ആളുകൾ വന്ന് സങ്കടം പറഞ്ഞപ്പോ എന്റെ സ്വന്തം ശരീരം പോലെ കണ്ട്, എന്റെ സ്വന്തം ഭാര്യ മക്കളെ പോലെ, ഉമ്മ വാപ്പനെ പോലെ, സഹോദര സഹോദരിമാരെ പോലെ കണ്ടിട്ട്, ഖുർആൻ പറഞ്ഞ നിലക്ക് കണ്ടിട്ട്, ഹദീസ് പറഞ്ഞ നിലക്ക് കണ്ടിട്ട്, ഞാനൊരു 10 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട രോഗിക്ക് ചികിത്സക്ക് സഹായം കൊടുത്താൽ, ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിലേക്ക് കൊടുത്താൽ, ഒരു വീട് നിർമ്മാണത്തിലേക്ക് കൊടുത്താൽ, തങ്ങൾ പറയുന്നു വയുർബിസ് സ്വദഖാത്ത്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നിന്നെ അറിഞ്ഞിട്ടുണ്ട്, അല്ലാഹ് അറിഞ്ഞിട്ടുണ്ട്. പരിധിയില്ലാത്ത നിലക്ക് നീ എത്ര കുടുസിൽ വന്ന് ഞാൻ കുടുങ്ങി, പക്ഷേ നിന്നെ അല്ലാഹ് കൊടുക്കൂല. ഖൈറിന്റെ അബ്വാബ് തുറന്നു തന്നിട്ട് നിന്റെ കുടുക്കിൽ നിന്ന് അല്ലാഹ് നിന്നെ സംരക്ഷിക്കും. അതിന് റബ്ബ് മലായികത്തിനെ പ്രത്യേകമായി ഇറക്കിയിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, മുസ്ലിം ഉമ്മമാരെ, ആഭരണമിട്ട് വിലസി നടക്കുന്നതിന് പകരം ഭർത്താക്കന്മാരുടെ സമ്മതത്തോടെ കടമില്ലാത്ത രൂപത്തിൽ നിങ്ങൾ ആഭരണങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചോ. മുസ്ലിം സമ്പന്നന്മാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ആവുന്നത്ര പാവങ്ങളെ സഹായിച്ചോ. റബ്ബ് കൈവിടൂല. ഞാനിനി കൂടുതൽ പറയുന്നില്ല. മഹാന്മാരുടെ മാസമാണ്, മഹാന്മാരുമായി ബന്ധപ്പെട്ട മാസമാണ്.
അല്ലാഹുവേ അവരെ പോലെ സ്വർഗം കണ്ട് സന്തോഷത്തിൽ മരിക്കാൻ എന്റെ ഹബീബായ തങ്ങളെ കണ്ട് മൗത്താകാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കാരണമാക്കണമല്ലോ. ആ മഹാന്മാരൊക്കെ വലിയ ആദരവോടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി വലിയ കാര്യമെന്തെന്നറിഞ്ഞിട്ട് അസ്ഹാബിലൂടെ ദീൻ പഠിച്ച അയിമ്മത്തിലൂടെ ദീനറിഞ്ഞ ബഹറുൽ ഉലൂമുകളായ സൂഫിയാക്കളും ഔലിയാക്കളും കൈമാറിയ നിലക്ക് ആ മുതാബഅത്ത് തുടർന്നുകൊണ്ട് അവര് മുഴുവനും ജീവിച്ചതെങ്ങനെയാണ്? എന്റെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടാൻ എനിക്ക് നിസ്കാരമില്ല, അമലില്ല, ഞാൻ അമല് കുറഞ്ഞവനാണ്, അല്ലേ? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകം മുഴുക്കെ ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് അറിയിച്ചിട്ടില്ലേ? പിൽക്കാലത്തുള്ള ഉലമാ അറാദ ബിഹി അൽ ഇമാം അശ്ശാഫിഈ, അത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാം തങ്ങളുപ്പാ ആണെന്ന് പറഞ്ഞില്ലേ? ആ മഹാനവറുകൾക്ക് അല്ലാഹ് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കറാമത്ത് കൊടുത്തില്ലേ? 7ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ തൊട്ട് സൂറത്തുൻ നാസ് വരെ, സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ ബഖറ വരെ അങ്ങുമിങ്ങും ഖുർആൻ ഓതാനും അതിന്റെ തഫ്സീറുകൾ ഏത് രൂപത്തിൽ വിശാലമായിട്ട് എത്ര വലിയ പണ്ഡിതൻ ചോദിച്ചാലും ഒരു വിഷമവുമില്ലാതെ വിശാലമായിട്ട് മറുപടി പറയാൻ അല്ലാഹ് കറാമത്ത് കൊടുത്ത് ആദരിച്ചത് മഹബ്ബത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. ഇമാം അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആദം അബൂ ഹനീഫ, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു മഹാന്മാർക്ക് മുഴുവനും അല്ലാഹ് കൊടുത്ത ദറജ, അസ്ഹാബിന് മുഴുവനും അല്ലാഹ് കൊടുത്ത ഖബൂലിയത്തും ദറജ, ഔലിയാക്കളായത്, ആരിഫീങ്ങളായത്, ആലിമീങ്ങളായ മുത്തഖീങ്ങൾക്ക് വലിയ ഖബൂല് കിട്ടിയത്, സൂഫിയാക്കളായത്, മഹത്തുക്കൾ മുഴുവനും സ്ഥാനത്തും ഉയർച്ചയിലും ഖബൂലിലും എത്തിയത് ഒരേ ഒരു കാരണം കൊണ്ടല്ലേ? അക്കാരണമാണ് ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പരിധിയില്ലാത്ത ഹബ്ബ്, ആ ഹബ്ബ് വേണം നമ്മളെ ഖൽബിൽ. ഹബീബായ തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റഹു, ഒരാൾ ഒരു വസ്തുവിനെ പ്രിയം വെച്ചാൽ ധാരാളമായിട്ട് ആ വസ്തുവിനെ ഓർത്തുകൊണ്ടിരിക്കും, അല്ലേ? ശരിയല്ലേ? നമുക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ 24 മണിക്കൂർ അയാളെ നയിക്കാറ് നമ്മളെ കൽബിൽ. ആർക്കാ അറിയാത്തത്? ഹബ്ബ് കണ്ടോ? ഹബ്ബ് 2 ഹർഫാണുള്ളത്. ജഞ്ചാനോദി കുട്ടിയാക്കറിയാം, മദ്ദ അസ്ലുഹു മദദ. ഒരു കലിമത്തിൽ ഒരുപോലത്തെ 2 ഹർഫ് ഒരുമിച്ച് കൂടി ഇദ്വാം ഉദറായി. ആദ്യത്തെ ദാലിന്റെ ഹർക്കത്തിന് കളഞ്ഞു, മദ്ദ എന്നായി. സാക്കിന്റെ മുത്തഹരിക്കിൽ ഇദ്വാം ചെയ്തു, മദ്ദ. ഇതുപോലെ ഹബ്ബ്. ഹൽക്കിന്റെ ഹർഫ് എത്രയെന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും, ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസും വഹാ ഐനും വഹാഉം ഹുമ്മ ഐനും ഹുമ്മ ഖാ. ആ ഹ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ നമ്മളെ മദ്രസ ഉസ്താദ്മാർ പഠിപ്പിച്ചെടുക്കും. ഹ എന്ന് പറയുമ്പോ നെഞ്ഞിന്റെ ഉള്ളിൽ നിന്ന്, ചങ്കിന്റെ അടിയിൽ നിന്ന്, തൊണ്ടന്റെ ഈ അടിയിൽ നിന്ന് വരുന്ന ഹർഫാണ് ഹ. അപ്പൊ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം ബാ, അബുൻ, ശഫത്തിന്റെ ഹർഫ്, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫ ബാ. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ട്. അപ്പൊ നബിദിനൊന്നും ആഘോഷിച്ചുകൊണ്ട് പാട്ടുപാടാനും കൊടി പിടിക്കാനും നബിദിനം ആഘോഷിക്കാനൊന്നും പോണ്ട, സ്വലാത്ത് ചെല്ലാനൊന്നും പോണ്ട, പെരന്റെ ഉള്ളിൽ കുത്തിർത്താൽ മതി. അങ്ങനെ ഹുബ്ബാകൂ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ആര്? ഇമാമിങ്ങൾ തർക്കമില്ലാതെ പറഞ്ഞു, ബിറഹ്മതിഹി ഐ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരായത്തിൽ ആ റഹ്മത്ത് ആരെന്ന് തങ്ങൾ അല്ലാഹു പരിചയപ്പെടുത്തി, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അപ്പൊ ഹുബ്ബ്, തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം ശഫത്തിന്റെ ഹർഫായ ബായിലൂടെ പുറത്തേക്ക് ഇങ്ങോട്ട് ചുണ്ടിലൂടെ പ്രവഹിച്ചോടണമെന്ന് ഹുബ്ബ് എന്ന് പറയുന്ന കലിമത്ത് തന്നെ അറിയിക്കുന്നു എന്ന് അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, പരിധിയില്ലാത്ത നിലക്ക് തങ്ങളെ സ്നേഹിക്കണം. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ.
ഇമാമീങ്ങളൊക്കെ ധാരാളം പ്രാവശ്യം തങ്ങളെ കണ്ടവരാണ്, യഖ്ളത്തിൽ കണ്ടവരാണ്, മനാമിൽ കണ്ടവരാണ്. അല്ലാ അല്ലാ, ഞങ്ങൾക്ക് ഒരു ഇൽമും ഇല്ല. അമൽ കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്, വറഅ് കുറഞ്ഞവരാണ്. പക്ഷേ യാ കരീമു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖർരിബുനാ ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയായിക വഔലിയായിക വഉലമാഇ ദീനിക വസ്വാലിഹീൻ. സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്തല്ലാതെ ഒന്നും ഖൽബിലില്ല, ജീവിതത്തിലില്ല. കബൂലാക്കണം റഹ്മാനെ, ദോഷങ്ങൾ പുറത്ത് മാപ്പാക്കണം റഹ്മാനെ, രോഗങ്ങൾ സുഖപ്പെടുത്തി തരണം റഹ്മാനെ, തങ്ങളെ പല പ്രാവശ്യം കാണിച്ചു തരണം റഹ്മാനെ. അതുകൊണ്ട് മഹാന്മാരൊക്കെ തങ്ങളെ പല പ്രാവശ്യം കണ്ടു. ഇമാം മുസ്ലിം സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തു, അതേ മൻ റആനി ഫഖദ് റആനി ഫലാ യതമസലു ശൈത്വാനു ബി. മൻ റആനി ഫിൽ നൗമി ഫഖദ് റഅൽ ഹഖ്ഖ വമൻ റആനി ഫഖദ് റആനി ഫലാ യതമസലു ശൈത്വാനു ബി. അല്ലാഹുവിന്റെ ഹബീബിനെ ആരെങ്കിലും കണ്ടാൽ അത് തങ്ങൾ തന്നെയാണ്. കാരണം തങ്ങളെ കോലത്തിൽ ശൈത്വാന് രൂപാന്തരപ്പെടാൻ, ഇബ്ലീസിന് വരാൻ, ശൈത്വാന് വരാൻ അല്ലാഹ് അനുമതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സ്വഹാബത്ത് പ്രശംസിച്ചു പറഞ്ഞ കഅന്ന ശംസു തുദൂറു ഫീ വജ്ഹിഹി, മുഖങ്ങനെ കാണുമ്പോ മുഖത്ത് കൂടെ സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് സ്വഹാബത്ത് വലിയ ആദരവോടെ അറിയിച്ച ആ അജ്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ധാരാളം ഞങ്ങൾക്ക് കാണിക്കണമല്ലോ. യഖ്ളത്തിലും മനാമിലും കാണിച്ചു തരണമല്ലോ. നമസ്കരിക്കുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ തങ്ങൾ ഇങ്ങനെ ഖൽബുൽ തസവ്വുറാകുന്നിടത്തോളം ഞങ്ങൾക്ക് തങ്ങളെ കറക്റ്റാക്കി കാണിച്ചു തരണം റബ്ബേ. ഇമാം നാഫി തങ്ങൾ ധാരാളം വട്ടം കണ്ടു. എത്രത്തോളം ആ മഹബ്ബത്ത് കാരണം കറാമത്ത് കൊടുത്തു അല്ലാഹ്. സംസാരിക്കുന്ന സമയത്ത് റീഹുൽ മിസ്ക്, കസ്തൂരിയുടെ ഗന്ധം പുറത്തു വരികയാണ്. 7 ഖുറാഇങ്ങളിൽ വലിയ പാണ്ഡിത്യം നൽകുകയാണ്. ഇമാം ബുഖാരി തങ്ങളും മൗത്തായിട്ട് വഫാത്തായിട്ട് ഖബറിൽ ശിഷ്യന്മാര് കൊണ്ടുകിടത്തി. താരീഖിൽ കാണാം, ഇന്നാ വജദനാ റീഹൽ മിസ്കി മിൻ ഖബരി ഇമാമിൽ ബുഖാരി. ഇമാം ബുഖാരി തങ്ങളുപ്പയുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം പുറത്തു വരുന്നു. അല്ല കൊടുത്ത കറാമത്ത് ഹയാത്തിലും മമാത്തിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചതുകൊണ്ടല്ലേ, അവിടത്തെ ആദരിച്ചതുകൊണ്ടല്ലേ, അവിടത്തെ ഇത്തിബാ ചെയ്തതുകൊണ്ടല്ലേ. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയുന്നു, നബി തങ്ങൾ ചെറിയ നേതാവല്ല, വലിയ ആദരവ് കൊണ്ട് അല്ലാഹ് സാക്ഷ്യപ്പെടുത്തിയ ശറഫുള്ള തങ്ങളാണ് മുസ്ലിമീങ്ങളെ. ഖുർആൻ അത് ഓർമ്മപ്പെടുത്തി, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അദീമാ. ആ വലിയ നേതാവിനെ സ്നേഹിക്കണം. ഞാൻ സംസാരം ചുരുക്കുകയാണ്. ആ നേതാവിനെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കള്ളം പറയൂല, ഗീബത്ത് പറയൂല, ഫിതന ഉണ്ടാക്കൂല, ഫസാദ് ഉണ്ടാക്കൂല, ആലിമീങ്ങളെ ചീത്ത പറയൂല. ഇതുപോലെ തലപ്പാവ് ധരിച്ചിട്ട് ദീനിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാര് അവര് ചില്ലറക്കാരല്ല. മുസ്ലിമീങ്ങളെ, ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനമുള്ള മഹാന്മാരാണെന്ന് ബായാറ് തങ്ങളുടെ പ്രഭാഷണമല്ല, ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലമാഉ ഉമ്മത്തി
കഅംബിയായി ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിലെ അംബിയാക്കളുടെ സ്ഥാനം പോലെയാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ മഖാമെന്ന് ഉപ്പാപ്പ തങ്ങൾ പറഞ്ഞത് ഓർമ്മിച്ചു വെച്ചോ. അതുകൊണ്ട് അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ അനന്തരക്കാരാണ് ഉലമാ. ആ ഉലമാന്റെ മഹത്വം ഖുർആനിൽ അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. ആ അൽ ഉലമാ ആകുന്ന തഖ്വയുള്ള പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ചിട്ട് കുറ്റം പറയണ്ട. ഒരൊറ്റ ആലിമീങ്ങളെയും തങ്ങന്മാരെയും ഗ്രൂപ്പ് തിരിച്ചും തിരിയാതെയും നമ്മുടെ നാവ് കൊണ്ട് നിസാരപ്പെടുത്തിക്കൂടാ. അവര് വലിയ മഹാന്മാരാണ്. ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇന്നോ ഇന്നലെയോ, ശാഖാപരമായ ഭിന്നതകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എന്തിനേറെ പഴയ കാലത്ത് പള്ളി ദർസുലോതി പഠിക്കുന്ന മുതഫരിദ് ഒന്ന് മറിച്ചു നോക്ക്, ഒന്ന് മറിച്ചു നോക്ക്, ഫതുഹുൽ മുഈൻ ഒന്ന് മറിക്ക്, അതുപോലെ മഹല്ലി ഒന്ന് മറിക്ക്, ഇമാം ഖല്യൂബി, ഇമാം ഉമൈറ എന്നിങ്ങനെ തുടങ്ങിയിട്ട് അതാ നബിമാം പറഞ്ഞു, റാഫിമാം പറഞ്ഞു, മറ്റൊരാളെ മുഅ്തമദാക്കി, ഖാല ഖീല ഖൗല്, ഇങ്ങനെ ഇമാമിങ്ങൾ ഓരോന്ന് പലവരും അഭിപ്രായം പറഞ്ഞിട്ടില്ലേ. 4 മദ്ഹബും ഇമാമിങ്ങൾ മുജ്തഹിദുകളായ ഉലമാ ഖുർആനും ഹദീസും വേണ്ടുവോളം ഉൾക്കൊണ്ടിട്ട് അല്ലാഹ് അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ട് അതിന് സദാ എല്ലാ നിലക്കും സ്ഥാനമുള്ളവരായപ്പോ, ഇജ്തിഹാദിന് കഴിവുണ്ടായപ്പോ മുജ്തഹിദുകളായ അയിമ്മത്തുകൾ ഗവേഷണം ചെയ്ത് ഒരു വിഷയത്തിൽ തന്നെ 4 അഭിപ്രായത്തിലെത്തിയിട്ടില്ലേ. അതുകൊണ്ട് അള്ളാന്റെ ദീനിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ ചെറിയ നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നീ ഒന്നും അറിയാത്ത, ബിസ്മിയോദിയിട്ട് ബാന്റെ മുതഅല്ലഖ് അറിയാത്ത, അർ-റഹ്മാൻ എന്നതിന് തർക്കീബ് പറയാൻ അറിയാത്ത, അതേ മാലിക് യൗമിദ്ദീൻ എന്നതിന് മഅന പറയാൻ അറിയാത്ത നീ വലിയ വലിയ ആലിമീങ്ങളെ കുറവാക്കിയാൽ, ആലിമീങ്ങളെ മനസ്സ് പ്രയാസപ്പെടുത്തിയാൽ, നിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, നിന്റെ ഭൗതിക ജീവിതത്തിലെ അതാ സ്വാധീനത്തിന് വേണ്ടി ഉലമാവിനെ കുറവാക്കിയാൽ ഈമാൻ അല്ലാഹ് നിന്നിൽ നിന്ന് ഊരിയെടുത്തിട്ട് മരിക്കുമ്പോ മലായികത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കുമ്പോ, തങ്ങളെ കാണുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ കഴിയാതെ, ആരാണെന്നറിയാതെ നീ പരിഭ്രമിക്കുമ്പോ നിന്റെ മുമ്പിൽ മറ്റൊരാൾ വരുന്നു, ഇബ്ലീസുൽ ലഈൻ. അവന്റെ ചതിയിൽപ്പെട്ടിട്ട് ഈമാനില്ലാതെ ചത്തുപോകാൻ ആലിമീങ്ങളെ മനസ്സ് വേദനിപ്പിക്കലും ചീത്ത പറയലും നിസാരപ്പെടുത്തലും വലിയ കാരണമാണ്. സൗണ്ട് കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, അതുകൊണ്ട് ഗീബത്ത് വേണ്ട, ഗീബത്ത് പറയണ്ട. തങ്ങളല്ലേ പറഞ്ഞത് ഇയ്യാകും വൽ ഗീബത ഫഇന്നൽ ഗീബത അശദ്ദു മിനസ് സിനാ. നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കണേ. പരദൂഷണം എന്നുള്ളത് അശദ്ദു മിനസ് സിനാ, അത് സിനയേക്കാൾ അശദ്ദാണ്, വ്യഭിചാരത്തെക്കാളും ഭയങ്കരമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തീർന്ന മനസ്സോട് അള്ളാനോട് പശ്ചാത്തപിച്ചാൽ, അത് കിയ പറഞ്ഞില്ലേ, ഉത്തുലുബു മതാബം ബാക്കി بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدم ولهذه الأركان فرع وكملا. നേർന്ന മനസ്സോടെ തൗബയുടെ ഷർത്ത് പ്രകാരം ഒരു വ്യഭിചാരി അല്ലാഹുവിലേക്ക് തൗബ ചെയ്താൽ ഒരു പക്ഷേ അല്ലാഹ് അവനിക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. പക്ഷേ നീ ഒരാളെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ, നിന്റെ മുസ്ലിം സഹോദരന് സഹോദരിയെ സംബന്ധിച്ച് നീ കുറവാക്കി സംസാരിച്ചിട്ടുണ്ടോ, ഫിതന പറഞ്ഞിട്ടുണ്ടോ, ഫസാദ് പറഞ്ഞിട്ടുണ്ടോ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ, പറയപ്പെട്ടവരെ പിടിച്ച് മാപ്പ് ചോദിച്ച് അവര് പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞാൾക്ക് അല്ലാഹു പൊറുക്കില്ല. ഹബീബായ തങ്ങളുടെ അറിയിപ്പാണ്. ഓ മുസ്ലിമീങ്ങളെ, തങ്ങൾ ഒരാൾ സ്നേഹിച്ചാൽ അവര് ഹസദ് വെക്കൂല, അസൂയപ്പെടൂല. കാരണം തങ്ങൾ പറഞ്ഞു ഇയ്യാകും വൽ ഹസദ, അതെ ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്
അസൂയേനെ നിങ്ങൾ സൂക്ഷിക്കണോ? അസൂയ എന്നുള്ളത് തീ വിറകിനെ തിന്നുന്നത് പോലെ, നശിപ്പിക്കുന്നത് പോലെ, അസൂയ നന്മകളെ അതാ ഇല്ലായ്മ ചെയ്യുന്നതാണ്, ബാത്തിലാക്കി കളയുന്നതാണ്, നിഷ്ഫലമാക്കുന്നതാണ്, നശിപ്പിച്ചു കളയുന്നതാണ്. കത്തുന്ന തീയിൽ വിറക് കൊണ്ടാൽ എത്ര പെട്ടെന്ന് വെണ്ണീറാകും. അതിനേക്കാളപ്പുറം ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത, ഖുർആൻ ഓതിയ, സക്കാത്ത് കൊടുത്ത, ദീനീ പ്രവർത്തനങ്ങൾ നടത്തിയ എല്ലാ അഅ്മാലുകളും അസൂയ കാരണം അല്ലാഹ് ഇല്ലാതെയാക്കുമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ ഒരാൾ ഹബ്ബ് വെച്ചാൽ അവനക്ക് അസൂയപ്പെടാൻ കഴിയൂല. തന്റെ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, അയൽവാസികൾക്ക്, അതാ ഒരു പെൺകുട്ടിക്ക് നല്ല കല്യാണം വരുമ്പോ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ കുടുംബത്തിലോ നാട്ടിലോ വീട്ടിലോ അയൽവക്കത്തോ പെട്ട ഒരു ചെറുപ്പക്കാരന് നല്ലൊരു സ്ഥാനം കിട്ടുമ്പോ, ഒരു നല്ല ജോലി കിട്ടുമ്പോ, ഒരു നല്ല സാലറിയുള്ള വിസ കിട്ടുമ്പോ, അതാ നമ്മൾ ചിന്തിക്കാണ് അവന്റെ മകനിക്ക് അത്ര സാലറിയുള്ള ശമ്പളമുള്ള അതാ പണിയല്ലേ, അവനൊന്നും അപകടത്തിൽപ്പെട്ടെങ്കിലോ, ആ പെൺകുട്ടിയുടെ കല്യാണം ഒന്നും മുടങ്ങിയെങ്കിലോ, നല്ല ഉഷാറുള്ള ഭർത്താവാണ്, ആ കല്യാണം ഒന്നും മുടങ്ങാൻ എന്താണ് പണി? അതിന് അമ്പലത്തിലൊന്ന് പോകണോ? അമ്പലത്തിൽ മുത്തപ്പന്മാര്, സ്വാമിമാരുണ്ടാകും. ഉറഞ്ഞു തുള്ളി കള്ള് കുടിച്ചിട്ട് അവര് തകിടെടുത്ത് വരക്കും. മഞ്ഞളിന്റെ പൊടി ജപിച്ചു തരൂ, ഉപ്പും മുളക് പൊടിയും ജപിച്ചു തരൂ. അതൊന്ന് ഇപ്പുറത്തെ പുരയിലിട്ടാൽ മതി. അല്ലെങ്കിൽ നിന്റെ വീട്ടിലെ കത്തുന്ന അടുപ്പില് വല്ല തോലോ തകിടോ വെച്ചിട്ട് നീ ഒന്ന് തീ കൂട്ടിയാൽ മതി. അവിടെ കല്യാണം മുടങ്ങി, അവിടെ ബിസിനസ് തകർന്നു, അവിടെ രോഗിയായി, അവരുടെ മരണം സംഭവിച്ചു, അവിടെ അപകടം പറ്റി, അവിടെ തകർന്നു പോയി, അവിടെ ബുദ്ധി മറിഞ്ഞു. ഈ നിലക്ക് സിഹറിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അസൂയ കാരണം മറ്റൊരാളെ നീ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഈമാനോടെ മരിക്കാൻ പറ്റൂല. നിന്റെ ഈമാൻ അല്ലാഹ് ഊരിക്കളയും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. 40 കൊല്ലത്തെ അമല് വരെ അപ്രവർത്തനം കൊണ്ട് അല്ലാഹ് ബാത്തിലാക്കുമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് ഓർമ്മിക്കണം. ഒരു മുസ്ലിങ്ങളുടെ അടുത്ത് പോയിട്ടും അവരുടെ പൂജാകർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടുള്ള അതേ ഹോമങ്ങളും ജപങ്ങളും നടത്തിയിട്ടുള്ള ഒരു ചികിത്സയും മുസ്ലിമിന് പറ്റൂല. റസൂലുള്ളാഹ് അംഗീകരിക്കൂല, അല്ലാഹ് പൊരുത്തപ്പെടൂല. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന തെറ്റുകളാണ്. അതുകൊണ്ട് മുസ്ലിമേ, നീ എന്തിന് അമ്പലത്തിൽ പോകണം? നീ എന്തിന് മുത്തപ്പനെ പിടിക്കണം? നീ എന്തിന് സ്വാമിന്റെ അടുത്ത് പോകണം? നീ എന്തിന് ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് കണക്ക് വെക്കണം? നിനക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വലിയ നേതാവില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ആ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ പിടിച്ചാൽ സുഖപ്പെടാത്ത രോഗങ്ങളുണ്ടോ? പരിഹരിക്കാത്ത വിഷയങ്ങളുണ്ടോ? നടക്കാത്ത കാര്യങ്ങളുണ്ടോ? രക്ഷപ്പെടാത്ത സംഭവങ്ങളുണ്ടോ? അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയാണ്, കൂട്ടത്തിൽ സ്വലാത്ത് വലിയ ബഹുമാനമുള്ളതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് തങ്ങളെ സ്നേഹിച്ച ആളുകൾക്ക് അസൂയപ്പെടാൻ പറ്റൂല എന്നാണ്. അസൂയ കാരണം ഇങ്ങനത്തെ വിപത്തുകളൊക്കെ ഉണ്ടാകും. അതൊന്നും ഇല്ലാതെ സൂക്ഷിക്കണം. തങ്ങളെ പിടിച്ചവർക്ക് പിന്നെ ദുനിയാവിലും ആഖിറത്തിലും തങ്ങൾ മതി. എത്ര അനുഭവങ്ങൾ സാധുവായ ഞാൻ പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അബ്ദുൽ ഹമീദ് എന്ന് പറയും, കാസർഗോഡ് ജില്ലയിൽപ്പെട്ട 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ബ്രെയിൻ ട്യൂമർ സംഭവിച്ചു. 4 സ്റ്റേജ് കഴിഞ്ഞു. മംഗലാപുരത്തെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ചെക്കപ്പ് നടത്തി ICUവിലാക്കി. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 5-ാം തീയതി വ്യാഴാഴ്ച ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2-2:30 മണി സമയത്ത് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ICUവിലുള്ള ബ്രെയിൻ ട്യൂമർ സംഭവിച്ച വ്യക്തിക്ക് 15 മിനിറ്റിന്റെ ഉള്ളിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ തരാൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്യ കെട്ടിവെക്കണം, ലക്ഷക്കണക്കിന് ഭീമമായ സംഖ്യ വരും. പാവപ്പെട്ട കുടുംബത്തിന് അത് താങ്ങാൻ കഴിയൂല. എന്തു ചെയ്യണം? കുടുംബത്തിന്റെ അഭിപ്രായമാണ് തങ്ങളോട് അന്വേഷിക്കാൻ. സാധുവായ ഞാൻ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ എല്ലാവരും കൂടെ ഒരു 25 യാസീൻ അങ്ങോട്ട് ഓതിക്കോളി എന്ന് പറഞ്ഞു. ഒരു ഹൈറായ തീരുമാനം ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടി പെട്ടെന്ന് 25 യാസീൻ എണ്ണം പൂർത്തിയാക്കി. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വന്നിട്ട് പറഞ്ഞു, വേണ്ട, ഓപ്പറേഷൻ ചെയ്യണ്ട, ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല, ജീവിതത്തിന് 10% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റൂല, അങ്ങേയറ്റം എത്തിയിരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ എല്ലാ മസ്തിഷ്കവും തളർന്നിരിക്കുന്നു, നിങ്ങൾ അറിയിക്കേണ്ട ആളുകളൊക്കെ അറിയിച്ചിട്ട് ആംബുലൻസ് സംഘടിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോന്നു പറഞ്ഞു.
കുടുംബം നിരാശപ്പെട്ടു. ആംബുലൻസ് റെഡിയാക്കി, മയ്യത്ത് പോലെ താങ്ങിയെടുത്തു. ബോധമില്ലാത്ത അബ്ദുൽ ഹമീദിനെ ആംബുലൻസിൽ കിടത്തി. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ അബ്ദുൽ ഹമീദിനെ ഡോക്ടർമാര് കൈവിട്ടു. നാട്ടിലും വീട്ടിലൊക്കെ അറിയിച്ചു, കുടുംബത്തിലൊക്കെ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിപ്രായം തങ്ങൾ ബായാറിലുണ്ടെങ്കിൽ തങ്ങളെ കാണിച്ചതിന് ശേഷം പുരയിൽ കൊണ്ടുപോയാൽ മതി എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ബായാറിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അസറിന്റെ ശേഷം, അസർ നിസ്കാരം കഴിഞ്ഞ സമയം ബായാറിൽ നമ്മുടെ മുജമ്മന്റെ ഗ്രൗണ്ടിൽ വാഹനമെത്തി. നമ്മുടെ കുട്ടികൾ മുതഅല്ലിമുകൾ വന്ന് വിവരം പറഞ്ഞു. പുറത്തു ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അബ്ദുൽ ഹമീദ് ഒരു വാഹനത്തിൽ മയ്യത്ത് പോലെ കിടക്കുന്നു. മറ്റൊരു വാഹനത്തിൽ 50 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ ശ്വാസകോശത്തിൽ ക്യാൻസർ ആയിട്ട് സക്കറാത്തിൽ അതാ വലിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വാഹനത്തിൽ 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നാവിന് ക്യാൻസർ വന്നിട്ട് ചുണ്ടിലേക്ക് വ്യാപിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോ ദുർഗന്ധം വരുന്ന അവസ്ഥയിലല്ലോ. അത്തരം ഒരു പരീക്ഷണം ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ലോ റഹ്മാന്. ആ നിലക്ക് അതാ 2 രോഗികളെ സന്ദർശിച്ച് ഹമീദിന്റെ അടുത്ത് വന്നു നോക്കി. ബോധമില്ല, മയ്യത്ത് പോലെ കിടപ്പാണ്. അദ്ദേഹത്തിന്റെ തുണി അതാ ഡ്രസ്, കഴുത്തിന്റെ അതാ മുകൾ വരെ മൂടിയിരുന്ന ഡ്രസ് ഞാനൊന്ന് താഴ്ത്തി നോക്കുമ്പോ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ പൊങ്ങി താന്നുന്നുണ്ട്. അപ്പൊ റൂഹുണ്ട്, ശരീരത്തിൽ ജീവനുണ്ട്, ഹയാത്തുണ്ട്. നെറ്റിയിൽ കൈവച്ച് യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിഐദീനാ ഖല്ലത് ഹൈലതുനാ അദ്രിക്നാ എന്ന് പറഞ്ഞ് സ്വലാത്തുൽ ഫാത്തിഹയും മറ്റു സ്വലാത്തുകളും മന്ത്രിച്ചു. അവസാനം പറഞ്ഞു, ഈ ബായാറിലെ സ്വലാത്തിൽ 2 കിഡ്നിയും ഫൈൽഡായിട്ട് ഡയാലിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞ് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച വ്യക്തികൾ ഇവിടത്തെ സ്വലാത്ത് കൊണ്ട് സുഖപ്പെട്ടിട്ടുണ്ട്. 10ഉം 12ഉം വയസ്സ് വരെ നടക്കാത്ത കുട്ടികൾ നടന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നലെ അസറിന്റെ ശേഷം ഞാൻ കാടാമ്പുഴ വീട്ടിലുണ്ടാകുമ്പോ 3 ആൺകുട്ടികളെ കൊണ്ടുവന്നു. 3 കുടുംബം. അവര് പറയാണ് മന്ദബുദ്ധിയാണ്, വൈകല്യമാണ്, നടക്കാൻ കഴിയാത്ത 3 കുട്ടികൾ. കേൾവിയില്ല, സംസാരശേഷിയില്ല, മന്ദബുദ്ധിയാണ്. അല്ലാഹുവേ, എന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് ആഫിയത്ത് നൽകണമല്ലോ. ആ മക്കളുടെ കാര്യമെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനെങ്കിലും തങ്ങളെ കൊണ്ട് ആവതാക്കണം അല്ലാ. ആ കുടുംബത്തിന് സബർ കൊടുക്കണം അല്ലാ. അത്തരമൊരു പരീക്ഷണം ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ല റഹ്മാനെ. എന്നോട് വന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾ തങ്ങളെ സ്വലാത്ത് ക്ലിപ്പിലൂടെയും മറ്റുമൊക്കെ ഞങ്ങൾ തങ്ങളെ പ്രഭാഷണം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബായാറിലെ സ്വലാത്ത് അടുത്ത ആഴ്ച അല്ലേ, ഞങ്ങൾ സ്വലാത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് തങ്ങളെ വീട്ടിൽ വന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നലെ ഞങ്ങള് ഉച്ചക്ക് ചെമ്മാട് ബാപ്പു തങ്ങളുപ്പാപ്പാന്റെ ആണ്ടിന് പോയപ്പോ അവിടെ നിന്ന് ദ്വാന്റെ ശേഷം ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വീട്ടിലേക്കൊന്ന് ഞങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അസറിന്റെ ശേഷം 5 മണിക്ക് 2 പെൺകുട്ടികളെ കൊണ്ടുവന്നു. 2 കുട്ടികൾക്കും കേൾവി കുറവാണ്, മന്ദബുദ്ധിയാണ്, സംസാരിക്കാൻ പ്രയാസമാണ്. ആഫിയത്ത് നൽകണം അല്ലാ. ഇങ്ങനെ എത്രയോ ആളുകൾക്ക് ഈ സ്വലാത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ച് അല്ലാഹ് തങ്ങളെ കൊണ്ട് ആഫിയത്ത് കൊടുത്ത വിവരം 10ഉം 20ഉം വർഷമായി, 23 വർഷമായി കല്യാണം കഴിച്ചു മക്കളുണ്ടാകൂല എന്ന് സകല ഡോക്ടർമാരും വിധി എഴുതിയ മേർക്കള അബ്ദുൽ ഹമീദ് സഖാഫിയുടെ ജ്യേഷ്ഠൻ യൂസുഫ് എന്ന് പറയുന്ന വ്യക്തി ബായാറ് സ്വലാത്തിൽ വന്ന് സങ്കടം പറഞ്ഞപ്പോ അതുവായ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 7 സ്വലാത്തിന് കൂടി നോക്ക്. അദ്ദേഹം 7 സ്വലാത്തിന് കൂടി. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി മാഷാ അല്ലാഹ് പ്രസവിച്ചു. സുഖപ്രസവം, ആൺകുട്ടിയാണ്. ആ കുട്ടിക്ക് സാധുവായ ഞാൻ തന്നെയാണ് പേര് പറഞ്ഞു കൊടുത്തത്. കറോപ്പാടി മുഹമ്മദ് 20 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ലായിരുന്നു. ഇന്നൊരു കുട്ടിയുടെ പിതാവാണ്. ഇത് അറിഞ്ഞിട്ട് തളങ്കര മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന കാസർഗോഡ് തളങ്കര മാലിക് ദീനാർ ജമാഅത്തിൽപ്പെട്ട ഉസ്മാൻ എന്ന് പറയുന്ന 22 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ലാത്ത വ്യക്തി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ പ്രസംഗം കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മക്കളില്ലാത്തവർക്ക് മക്കളുള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് 22 വർഷമായി മക്കളില്ല. ഡോക്ടർമാർ പറഞ്ഞു, നിനക്ക് മക്കളുണ്ടാകാൻ ചാൻസ് ഇല്ല, മക്കളുണ്ടാകൂല. വിഷമത്തിലാണ്, എന്റെ ഭാര്യയും സങ്കടത്തിലാണ്. പറഞ്ഞു, ഉസ്മാനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ മജ്‌ലിസ് അറിഞ്ഞിട്ടില്ലേ, ഒരു 7 സ്വലാത്തിന് നിങ്ങൾ നിയ്യത്ത് ചെയ്തു കൂടെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്, മക്കളുണ്ടാകൂല എന്ന് വൈദ്യലോകം വിധി എഴുതിയ ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ 7 മാസത്തിനുള്ളിൽ ഗർഭിണിയായി പ്രസവിച്ചത് ഈ കഴിഞ്ഞ മാസം സ്വലാത്തിന്റെ തൊട്ട് മുമ്പ്. ഞാൻ കഴിഞ്ഞ ബായാർ സ്വലാത്തിൽ പറഞ്ഞു. മാത്രല്ല, കഴിഞ്ഞ വ്യാഴാഴ്ച ബായാറിൽ ഉണ്ടാകുമ്പോ അസറിന്റെ ശേഷം ഒരു കുട്ടിയെ കൊണ്ട്, ചെറിയ കുട്ടി, ആ ദിവസങ്ങളോളമായ കുട്ടിയെ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു,
തങ്ങളെ ഞാനാണ് തളങ്കര ഉസ്മാൻ, 22 വർഷമായി കല്യാണം കഴിച്ചു മക്കളില്ലാത്ത തങ്ങൾ മുഹമ്മദ് റബി എന്ന് പേര് പറഞ്ഞത്, ഫോണിലൂടെ പേര് പറഞ്ഞു തന്ന എന്റെ കുട്ടിയാണ് ഈ കുട്ടി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച അസറിന്റെ ശേഷം കൊണ്ടുവന്നു. മാഷാ അല്ലാഹ്, ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങളുള്ള, എത്രയോ രോഗങ്ങൾ സുഖപ്പെട്ട, ക്യാൻസർ സുഖപ്പെട്ട, കാഴ്ച തിരിച്ചു കിട്ടിയ, സംസാരശേഷി തിരിച്ചു കിട്ടിയ അത്ഭുതങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഉണ്ടായ ഈ മജ്ലിസിലെ സ്വലാത്തിന് കൂടാൻ നിങ്ങൾ നിയ്യത്ത് ചെയ്തോ എന്നും പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു 20-ാം തീയതി ഇവിടുത്തെ സ്വലാത്താണ്, നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് മഗ്‌രിബ് നമസ്കാരത്തിന്റെ ശേഷം അള്ളാന്റെ ഹബീബിന്റെ പേരിൽ യാസീൻ ഖുർആൻ മഖ്റജ് അനുസരിച്ച് ഓതാൻ കഴിയുന്ന ആളുകൾ യാസീൻ ഓതിയിട്ട് മുബീനത്തും അങ്ങനെ ഓതി മന്ത്രിക്കണം എന്ന് പറഞ്ഞു. സുബഹി വരെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് മംഗലാപുരം ഉടുപ്പി റൂട്ടിലാണ് ഒരു പരിപാടി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 12 മണി സമയത്ത് ഞങ്ങളിങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ കുട്ടികൾ മുത്തഅല്ലിമീങ്ങൾ കയ്യിൽ ഫോൺ തന്നിട്ട് പറഞ്ഞു, നേരത്തെ ബോധമില്ലാതെ കൊണ്ടുവന്ന ഹമീദിന്റെ വീട്ടിൽ നിന്നാണ്. ഞാനും അതിശയപ്പെട്ടു. കാരണം എന്തെങ്കിലും ഒന്ന് പറയാനായിരിക്കുമല്ലോ, എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ നിലയിലാണല്ലോ രോഗിയെ മടക്കിയിട്ടുള്ളത്. എന്നോട് പറഞ്ഞു, ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, തങ്ങളെ ഒരു സന്തോഷം അറിയിക്കാനാണ് വിളിച്ചത്. ഞാൻ ചോദിച്ചു എന്തേ? നേരത്തെ കൊണ്ടുവന്ന ഹമീദ് കണ്ണു തുറന്നു, ബോധം വന്നു, വെള്ളം ചോദിച്ചു, വെള്ളം കുടിച്ചു, നല്ല ആശ്വാസമുണ്ട്. പിറ്റേന്ന് രാവിലെ സെപ്റ്റംബർ 6-ാം തീയതി വെള്ളിയാഴ്ച സുബഹിയുടെ ജമാഅത്ത് കഴിഞ്ഞ് ബായാർ പള്ളിയുടെ റൂമിൽ നമ്മൾ ഇരിക്കുമ്പോ ഹമീദിന്റെ ജ്യേഷ്ഠൻ വന്ന് ഒരു വെള്ളത്തിന്റെ ബോട്ടലുമായിട്ട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വലിയ സന്തോഷത്തിലാണ്, ഇപ്പൊ എഴുന്നേറ്റിരുന്നു, ചായ വേണമെന്ന് പറഞ്ഞു, ചായ കുടിച്ചു, എഴുന്നേറ്റ് നിന്നു, നല്ല റാഹത്തുണ്ട് എന്ന സന്തോഷം അറിയിച്ചു വെള്ളം മന്ത്രിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അന്ന് അസറിന്റെ ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. ഹമീദ് കിടപ്പുണ്ട്, ഹമീദുമായി സംസാരിച്ചു, വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. ചുരുക്കി പറയാണ് പല സ്ഥലത്തും പറഞ്ഞതുകൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് യാസീൻ ഓതി മന്ത്രിക്കാൻ മാത്രം നിർദ്ദേശിച്ചു. വേറെ ഒരു ചികിത്സയും മെഡിസിനുമില്ല, ഒരു ഡോക്ടർമാരുമില്ല. അങ്ങനെ തൊട്ടടുത്ത ആഴ്ച സെപ്റ്റംബർ 12-ാം തീയതി വ്യാഴാഴ്ച അസറിന് ശേഷം ഒരുപാട് ആളുകൾ ബായാറിൽ നമ്മുടെ റൂമിലുണ്ട്, കുറെ ആളുകൾ റൂമിന് പുറത്തുണ്ട്, മുറ്റത്തുണ്ട്. ആ നിറഞ്ഞ സദസ്സിലേക്ക് അബ്ദുൽ ഹമീദ് ഒരാളും പിടിക്കാതെ റാഹത്തായിട്ട് നടന്ന് നമ്മുടെ റൂമിലേക്ക് വന്നപ്പോ ഞാൻ ചോദിച്ചു ഹമീദിനോട്, ഓ ഹമീദേ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഹയാത്തായ ആളാണല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പുഞ്ചിരിച്ചു. അടുത്ത സ്വലാത്തിന് വരാൻ വേണ്ടി പറഞ്ഞു. 20-ാം തീയതി സ്വലാത്തിന് വരണം, ഞാൻ സ്റ്റേജിലെത്തി ആ സ്റ്റേജിന്റെ മുമ്പിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് ഈ സംഭവം ഒന്ന് പറയണമെന്ന് പറഞ്ഞ് അന്ന് ആ സദസ്സിൽ പ്രഭാഷണത്തിന് വേണ്ടി വന്നിരുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൊമ്പം ഉസ്താദായിരുന്നു. കൊമ്പം ഉസ്താദ് അടക്കം, ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ ഉലമാക്കൾ നിറഞ്ഞ, സാദാത്തുക്കൾ നിറഞ്ഞ 10,000, 10, 25,000, 30,000, 40,000 ആളുകൾ നിറഞ്ഞ സദസ്സിൽ വെച്ച് സാധുവായ ഞാൻ പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രം, അവിടുത്തെ സ്വലാത്ത് കൊണ്ട് മാത്രം, ഒരു ചികിത്സയുമില്ലാതെ ഡോക്ടർമാര് 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ അബ്ദുൽ ഹമീദ് ഇന്നതാ വലിയ ആഫിയത്തോടെ നമ്മുടെ മുമ്പിലേക്ക് മജ്ലിസിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ 100 കണക്കിന് ക്യാമറകൾ അദ്ദേഹത്തെ പകർത്തിയെടുത്തു. ഇന്നും ആ അബ്ദുൽ ഹമീദ് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലുള്ള ഒരുപാട് ആയിരക്കണക്കിന് സംഭവങ്ങൾ സ്വലാത്ത് മജ്ലിസ് കൊണ്ട്, ഹബീബായ തങ്ങളെ കൊണ്ട്, അതാ മുഅ്മിനീങ്ങൾക്ക് കിട്ടിയ വിഷയങ്ങൾ നമ്മുടെ ചെറിയ ജീവിതത്തിൽ വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് പറയാണ് ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ. ഖുർആന്റെ നിർദ്ദേശം പോലെ ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അതുകൊണ്ട് തങ്ങളാകുന്ന നിഅമത്ത് കൊണ്ട് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയാണ്. ഓ മുസ്ലിമീങ്ങളെ, നമ്മളെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, രോഗം സുഖപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റും ദുരുപയോഗത്തിന് വേണ്ടിയിട്ട് അമുസ്ലിം പൂജാരികളെ സമീപിച്ചിട്ട് ഹൈന്ദവ ചികിത്സകൾ നടത്തിയാൽ, പൂജകളും ഹോമങ്ങളും ജപങ്ങളും നടത്തിയാൽ, ജ്യോത്സ്യപ്പണികളും കണക്ക് നോക്കലുകളും നടത്തിയാൽ ഈമാനോടെ ജീവിക്കാൻ പറ്റൂല. നിർത്തിവെക്കണേ, സമയം വൈകി. ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരം മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ തങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും വലിയ കണക്ഷന്റെ മാർഗം എന്താണ്? എന്താണ് ആ മാർഗം? ഖുർആൻ അത് പറഞ്ഞു. അല്ലാഹു മലായികത്തുൻ ചെയ്തു എന്ന് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു മലായികത്തുൻ നിർവഹിച്ച പുണ്യകർമ്മം ചെയ്യണേ മുഅ്മിനീങ്ങളെ.
ഏതാണ് ആ പുണ്യകർമ്മം? ആ പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടി തങ്ങളുമായി വലിയ കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഖുർആന്റെ ഏറ്റവും വലിയ മുഫസ്സിർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുകും അലയ്യ സ്വലാ. ഖിയാമത്ത് നാളിന്റെ ദിവസം ഞാനുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവരാരാണ്? അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുമായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് കണക്ഷൻ നിലനിർത്തുന്ന ദിക്റാകുന്ന സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാരാ? ആ സ്വലാത്ത് ദുനിയാവിലെ ആഖിറത്തിലെ ഓ ക്യാൻസർ പിടിപെട്ടവരെ, വൈകല്യമുള്ള മക്കളുള്ളവരെ, മന്ദബുദ്ധിയുള്ളവരെ, ബ്രെയിൻ ട്യൂമർ സംഭവിച്ചവര്, കൈലവീക്ക ക്യാൻസർ വന്നവര്, ഏത് നിലക്ക് പ്രയാസപ്പെടുന്നോ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം തങ്ങൾ പറഞ്ഞു. ഇദയ്യക് ഫീക ഹമ്മു ദുനിയാ. മുമ്പിൽ വന്ന് തുറന്ന് ഉറങ്ങുക, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് ഇങ്ങനെ കേൾക്കുമ്പോ ഉറങ്ങി തൂങ്ങുക, തങ്ങളെ ബഹുമാനം കേൾക്കുമ്പോ അത് സൂല്ലതമായി പോകും. എല്ലാരും ഒന്ന് ശരിക്കിരുന്ന, എല്ലാരും ഒന്ന് എണീറ്റ് സ്വല്ലല്ലാഹു, എല്ലാരും എണീറ്റ് സ്വല്ലല്ലാഹു ചൊല്ല് അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ഇപ്പോ നിർത്തും. റസൂലുള്ളാഹിനോട് സ്നേഹമുള്ള എല്ലാവരും ഈമാനോടെ ഇരിക്കണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്ത് കൊണ്ട് പരിഹാരം. ഇദയ്യക് ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറ. നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരമായിട്ട് സ്വലാത്ത് മതി ഉമ്മാ, സ്വലാത്ത് മതി പെണ്ണുങ്ങന്മാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ. അതുകൊണ്ട് നിങ്ങള് ഈ ഭൗതിക ജീവിതത്തിലെ സുഖാഡംബരത്തിന് വേണ്ടി അള്ളാന്റെ റസൂലും സ്വഹാബത്തും ജീവൻ ബലിയർപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സ്വഹാബത്ത് പടഞ്ഞ് 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 തൂക്കുകയറിൽ അല്ലാഹുമ്മ ബല്ലിഗ് മിന്നി, എന്നിൽ നിന്ന് എന്റെ ഹബീബായ തങ്ങൾക്ക് സലാമെത്തിക്കണമെന്ന് പറഞ്ഞ ഖുബൈബ് തങ്ങളെ താരീഖ് ബുഖാരിയിൽ അതാ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? അങ്ങനെയുള്ള മഹാന്മാരൊക്കെ ജീവൻ കൊടുത്ത് പോറ്റി വളർത്തിയ പരിശുദ്ധമായ ദീനിനെ അതാ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങള് ഹറാമില് ജീവിക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, എവിടെ എത്തി നമ്മളെ പെണ്ണുങ്ങള്? ഇന്നറിഞ്ഞ വിവരം, ഇന്നലെ അറിഞ്ഞ വിവരം, ഒരു പെൺകുട്ടി, 5 പെൺകുട്ടികളുണ്ട് ഒരു ഉപ്പ. ഞാൻ നാടും വീടും ഒന്നും പറയില്ല, ജില്ല ഒന്നും പറയില്ല, പറഞ്ഞാൽ വിഷമാവും പലരും. 5 പെൺകുട്ടികളെ പാവപ്പെട്ട മനുഷ്യൻ കൂലിവേല ചെയ്ത് അധ്വാനിച്ച് 5ാമത്തെ കുട്ടിയെയും കല്യാണം കഴിച്ചു കൊടുത്തു. 5ാമത്തെ കുട്ടിയെ നല്ല അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ ചെറുപ്പക്കാരൻ ഇവളെ UAE-യിലൊക്കെ കൊണ്ടുപോയി കൊല്ലങ്ങളോളം നിർത്തി, മാസങ്ങളോളം നിർത്തിയിട്ട് വീട്ടിലേക്ക്, നാട്ടിലേക്ക് അയച്ചു. അങ്ങനെ ഇവളെ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഈ പെണ്ണ് ഭർത്താവ് അറിയാത്ത നിലക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു ചെറുപ്പക്കാരനെ ആണ് മൊബൈൽ റീചാർജ് ചെയ്യാനും സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാനും ഒക്കെ ആശ്രയിച്ചിരുന്നത്. ആ ചെറുപ്പക്കാരനിട്ട് വലിയ ബന്ധമായി. എനിക്ക് പറയാൻ നാണുണ്ട്, പക്ഷെ അഫ്ളലുൽ ഇൽമുൽ ഹൽ എന്നല്ലേ പറയണ്ടല്ലേ? നടക്കുന്ന സംഭവം പറയണ്ട, റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു പറയണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇവളുടെ ചെറുപ്പക്കാരും സ്വർണം ആവശ്യപ്പെട്ടു. ഓള് സ്വർണം കൊടുത്തു. പുതിയാപ്പളിനോടൊന്നും ചോദിച്ചില്ല. പുതിയാപ്പള ഗൾഫിന്നൊന്നും എവിടെ നിന്റെ സ്വർണം എന്ന് ചോദിച്ചു. ഓളെ മറുപടിയിൽ സംശയം തോന്നി, എടുക്കാൻ ആവശ്യപ്പെട്ടു. സംഗതി പുറത്തറിഞ്ഞു, ഒരാൾക്ക് കൊടുത്താണെന്ന് പറഞ്ഞു. അയാൾക്ക് അതിൽ പ്രയാസം തോന്നി, മൊഴി ചൊല്ലി ത്വലാഖ് പറഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുവന്നു. 1 വർഷത്തോളായി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ പെണ്ണുമായിട്ട് നിരന്തര ബന്ധമുള്ള ചെറുപ്പക്കാരൻ വന്നു. രാത്രി 12 മണി സമയത്ത് 2 വീലറിലൂടെ. നാട്ടുകാര്, ചെറുപ്പക്കാര്, കുട്ടികൾ സംശയം തോന്നി.
പിടികൂടാൻ വേണ്ടി ചെന്നപ്പോഴേക്ക് ചെറുപ്പക്കാരൻ ടൂ വീലർ ഇട്ടിട്ട് ഓടി. പിറ്റേന്ന് ആ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരൻ സ്നേഹിതനായ ഒരാളെ പറഞ്ഞയച്ചപ്പോ നാട്ടുകാർ ബൈക്ക് എടുക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരനെ ചോദിച്ചു, നീയല്ലേ ഇന്നലെ രാത്രി 12 മണിക്കോടെ വന്നത്? പറഞ്ഞു, ഞാനല്ല, എന്റെ സ്നേഹിതനാ വന്നത്. അന്ന് അവനെ വിളിച്ചു വരുത്തു, ഇങ്ങോട്ട് തന്ത്രത്തിൽ അവനെ വിളിച്ചു വരുത്തിയിട്ട് എന്ന നിലക്ക് നന്നായിട്ട് ദർബ് കൊടുത്തു, നന്നായിട്ട് അടിച്ചു പൂസിയിട്ട് പള്ളിയിലത്തെ ഉസ്താദിനെ കൊണ്ട് പള്ളിയിൽ വെച്ച് ഇവളെ നിക്കാഹ് ചെയ്യിപ്പിച്ച് ഇവനെ ഇവളെയും പറഞ്ഞു. ഇതറിഞ്ഞിട്ട് ഇപ്പൊ കുറഞ്ഞ സമയമായിട്ടുള്ളൂ, നമ്മൾക്ക് കിട്ടിയ വിവരാണ്. ഈ ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് 4 കുട്ടികളുള്ള ആളാണ്. നമുക്ക് പരിചയമുള്ള നാട്ടുകാരൻ. അവരെ വീട്ടിലെ പെണ്ണുങ്ങളും കുട്ടികളും കുടുംബക്കാരും എല്ലാരും കൂടി ഈ പെണ്ണിന്റെ നാട്ടിൽ വന്നിട്ട് കുഴപ്പമുണ്ടാക്കാൻ നോക്കി. നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ ആണിന്റെ നാട്ടിൽ പോയിട്ട് പറഞ്ഞോളൂ, ഞങ്ങളല്ല ഉത്തരവാദികൾ. എവിടെ എത്തിയടോ ഈ സംസ്കാരം? ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ജില്ല പറഞ്ഞാലും നാട് പറഞ്ഞാലും നിങ്ങളത് വായിച്ചവരായിരിക്കും. ഞാനത് പറയുന്നില്ല. ഞെട്ടിപ്പിക്കുന്ന 100 കണക്കിന് 1000 സംഭവങ്ങൾ ഇതുപോലുള്ളത് ഈ പാവപ്പെട്ട കൽബിന്റെ ഉള്ളിലുണ്ട്. നാവ് കൊണ്ടൊന്ന് പുറത്തു പറഞ്ഞാൽ കത്തിക്കുത്തുകളും കൊലപാതകങ്ങളും നടക്കുന്ന 1000 വിഷയങ്ങൾ എന്നോട് നേരിൽ ചെയ്ത വ്യക്തികൾ പറഞ്ഞ 1000 സംഭവം പാവപ്പെട്ട എന്റെ കൽബിലുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തങ്ങളുടെ പ്രഭാഷണം കേട്ടിട്ട്, സ്വലാത്തിലുള്ള താക്കീത് കേട്ടിട്ട് മനസ്സിന് മാറ്റം വന്നതാണ്. എന്തു ചെയ്യണം തങ്ങളെ എന്ന് ചോദിച്ചിട്ട്, സ്വന്തം കുടുംബത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്ന പെണ്ണ്, 2 കുട്ടികളുടെ മാതാവായ പെണ്ണ്, ആ പെണ്ണ് ഇളച്ചികളും മൂത്തച്ചികളും അങ്ങനെയല്ല പോലെ പറയാം. ജ്യേഷ്ഠന്റെ ഭാര്യ, അനിയന്റെ ഭാര്യമാരൊക്കെ ഏറ്റവും പെണ്ണുങ്ങൾ അങ്ങനെ ഉമ്മയും പെൺമക്കളാണെങ്കിൽ തന്നെ 2 ദിവസം നല്ല നിൽക്കുന്നുണ്ടാവും, പിന്നെ 4 ദിവസം പടങ്ങിയിട്ടുണ്ടാകുക. ആണുങ്ങൾ അങ്ങനെയല്ല. ഇങ്ങനെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പഴയ ആൾക്കാർ ഒരു പഴമൊഴിയുണ്ട്, ആ വാചകം എനിക്ക് ഉപയോഗിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് പറയുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ പെണ്ണുങ്ങന്മാര് ശരിയായില്ല. ഇവള് ഭർത്താവിനെ പിടിച്ച് സ്വാധീനിച്ച് നമുക്കിവിടെ ശരിയാവില്ല, ഒരെന്നെ അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ് കോട്ടയത്ത് എടുത്ത് താമസിപ്പിച്ചു. വാടക റൂമിൽ താമസിച്ചു. ഇവളെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വണ്ടി ഓട്ടോറിക്ഷ തരപ്പെടുത്തി കൊടുത്തു. നമ്മുടെ നാട്ടിൽ പച്ചയായിട്ട് ഒരു മാസത്തോളമായിട്ടുള്ളൂ നടന്നിട്ട് സംഭവം. എന്നിട്ട് ഈ ചെറുപ്പക്കാരനുമായിട്ട് ഈ പെണ്ണിന് അവിഹിതമായ ബന്ധമുണ്ടായിട്ട് ഇവനല്ലാതെ ഇവൾക്ക് അന്തിമയങ്ങാൻ പ്രയാസം വന്നപ്പോ അവസാനം ഇവൻ പറഞ്ഞു, 2 കുട്ടികളുടെ മാതാവായ പെണ്ണിനോട് കല്യാണം കഴിക്കാൻ പ്രായമെത്താത്ത 10-20 വയസ്സുള്ള 22 വയസ്സുള്ള ഓട്ടോ ഡ്രൈവറായ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിന്റെ 2 കുട്ടികളെ നീ കൊലപ്പെടുത്തിയാൽ നമുക്കൊന്നിച്ച് ജീവിക്കാൻ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. ഈ പെണ്ണ് 8-6 വയസ്സുള്ള പൊന്നുമക്കളായ പിഞ്ചുമക്കൾ മദ്രസയിലേക്ക് അള്ളാന്റെ ദീൻ പഠിക്കാൻ, ബിസ്മി പഠിക്കാൻ പോകുന്ന കുരുന്നുമക്കളെ പിടിച്ചിട്ട് രാവിലെ സുബഹിക്ക് ശേഷം 7 മണിക്ക് ഖുർആൻ പിടിച്ച് പുസ്തകം എടുത്തുകൊണ്ട് തോളത്ത് ഉമ്മനെ വിശ്വസിച്ച് നടന്ന് മദ്രസയിലേക്ക് പള്ളിക്കൂടത്തിലേക്ക് നടന്നു നീങ്ങുമ്പോ ആരുമില്ലാതെ തൊട്ടപ്പുറത്തെ കിണറ്റിന്റെ കുളത്തിന്റെ മറവിൽ വെച്ച് ഈ 2 ചെറിയ കുഞ്ഞു കുരുന്നുകളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ കുളത്തിലെ സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് 2 കുരുന്നു മക്കളെയും കുളത്തിലേക്ക് തള്ളിയിട്ടിട്ട് ആ കുഞ്ഞുമക്കൾ പൊങ്ങിത്താണ് ശ്വാസമടങ്ങി മുങ്ങി അവസാനം പൊങ്ങാത്ത അവസ്ഥയിൽ ജീവനൊടുങ്ങി താഴുന്നത് വരെ ഈ പെണ്ണ് മൊബൈൽ കൊണ്ട് കുളത്തിന്റെ ചുറ്റിൽ നടന്നു നീങ്ങിയിട്ട് അവസാനം ഈ പെണ്ണിനോട് ചോദിച്ചു, വീട്ടിലെത്തിയപ്പോ എവിടെ കുട്ടികളെവിടെ എന്ന് ചോദിച്ചു. മദ്രസയിലാക്കി എന്ന് പറഞ്ഞു, അണ്ണാച്ചികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ആങ്ങള സംശയം തോന്നിയിട്ട് ഇവളെ അടിച്ചു, പറയാൻ വേണ്ടി പറഞ്ഞപ്പോ കുളത്തിലിട്ടു എന്ന് പറഞ്ഞു. ചെന്നു നോക്കുമ്പോ 2 കുരുന്നു മക്കളെ കാണാനില്ല. അവസാനം ചെറുപ്പക്കാർ കൂടിയിട്ട് മുങ്ങി തപ്പിയിട്ട് 2 കുരുന്നു മക്കളെ പുറത്തെടുത്തപ്പോ ആ പിഞ്ചോമന പൈത മക്കൾ 2 പേരും വലിയ നിലക്ക് വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന മനുഷ്യമയ
മയ്യത്തുകളുടെ കുരുന്നുകളുടെ ജഡമാണ് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയാതെ മനസ്സ് പൊട്ടിയിട്ട് ബോധരഹിതരാകുന്ന അവസ്ഥയിൽ ഈ കുരുന്നു മക്കളുടെ മരണത്തിലേക്ക് വഴിതെളിയിച്ച ഹറാമിന്റെ ദിനയുടെ മൊബൈലിന്റെ ദുരുപയോഗം മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികൾ ഭർത്താക്കന്മാരുണ്ടായിട്ട് വേലി ചാടിയിട്ട് ഞങ്ങൾ മുസ്ലിം തറവാട്ടിലെ പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് ദിനയിൽ ജീവിച്ചപ്പോ നമ്മുടെ നാട്ടിൽ നടന്ന ദുരന്തമാണെങ്കിൽ എവിടെ എത്തിയടോ എന്റെയും നിന്റെയും സംസ്കാരം? നമ്മൾ കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഞാനും നീ ദീനിന്റെ ആളാണെന്ന് പറഞ്ഞാൽ മതിയോ? ഇത് നിന്റെ നാട്ടിൽ നടക്കുന്നോ? എനിക്കറിയാം. എന്റെ മുമ്പിൽ ബായാറിൽ വന്നു, ഞാൻ നാട് പറയൂല, ജില്ല പറയൂല, എനിക്കിപ്പോഴും അറിയാം. എന്റെ അടുത്ത് ഇപ്പോഴും അവരെ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുള്ള വിഷയങ്ങൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയും വന്നിട്ടുണ്ട്. എന്താണ് സംഭവം? 3 കുട്ടികളുള്ള ഒരു പെണ്ണ്, മൂത്ത മകൻ +2 പഠിക്കുകയാണ്, രണ്ടാമത്തെ പെൺകുട്ടി ഇപ്പൊ SSLC പഠിക്കുകയാണ്, മൂന്നാമത്തെ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ. ഇവര് കുടുംബ പ്രശ്നമായി UAE ജോലി ചെയ്യുന്ന അദ്ദേഹം വന്നു, തങ്ങളെ വീട്ടില് പ്രശ്നമാണ്. പെണ്ണ് ഒരുപാട് കുറ്റം പറഞ്ഞു ഭർത്താവിന്റെ, എനിക്ക് ഒരുപാട് പറയാണ്ടെന്ന്. ഒരു നൂലിണ്ട കടലാസ് ഇങ്ങോട്ട് എഴുതിയിട്ട് വായിച്ചു നോക്കി ഒക്കെ ഇയാളെ കുറ്റം. ഇയാൾ അങ്ങനെ തരുന്നില്ല, ഇയാൾ എത്ര പൈസ അയക്കുന്നില്ല, കുട്ടികളെ ഫീസ് കെട്ടുന്നില്ല, ഡ്രസ് കൊടുക്കുന്നില്ല, റീചാർജ് തരുന്നില്ല. വലിയ നീണ്ട പരാതി. സുബ്ഹാനല്ലാഹ്. അറിഞ്ഞ് ഇവളിൽ നിന്ന് വിവരം ഓരോന്നോരോന്ന് അന്വേഷിച്ചു നോക്കുമ്പോ അവസാനം ഇവൾ പറഞ്ഞു, എന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ചെറുപ്പക്കാരനാണ് എനിക്ക് അരി വാങ്ങിക്കൊണ്ടുവരല്, ഉപ്പ്, പഞ്ചസാര, മുളക്, തക്കാളി, സവാള, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും കൊണ്ടുവരുന്നത് ചെറുപ്പക്കാരനാണ്. എനിക്ക് എന്റെ അനുജത്തിന്റെ വീട്ടിൽ പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ, ടൗണിലേക്ക് പർച്ചേസിന് പോകുമ്പോ ഇവന്റെ വാഹനമാണ്, ആ വാഹനത്തിലാണ് ഞാൻ പോക്ക്. മൊബൈലിൽ അതാ ക്യാഷ് കഴിയുമ്പോ റീചാർജ് ചെയ്തതിൽ ഇവനാണ്. ഇവൻ എന്റെ വീട്ടിൽ വരാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷത്തിന് മീതയായി, 5 വർഷത്തിന് മീതയായി. ഇവൻ വരാഞ്ഞാൽ എനിക്ക് ഉറക്ക് വരൂല, ഇവനില്ലാതെ എനിക്ക് ഉറക്ക് കിട്ടൂല എന്ന് ഈ പെണ്ണ് നാണമില്ലാതെ പച്ചയായിട്ട് പറഞ്ഞിട്ട് അവസാനം ഇവൾ സമ്മതിച്ചു പറഞ്ഞു, ഈ 5 വയസ്സായ കുട്ടി എന്റെ കുട്ടിയല്ല എന്ന്, അത് ഇദ്ദേഹത്തിന്റെ കുട്ടിയല്ല, ഇത് ആ ചെറുപ്പക്കാരന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ മുസ്ലിം തറവാട്ടിൽ മാന്യനായ വ്യക്തി നാട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ സമീപിക്കുന്ന ഉന്നതനായ ഒരു വ്യക്തിയുടെ മുസ്ലിം തറവാട്ടിലെ ഒരു ദീനീ ബോധത്തിൽ ജനിച്ചു വളർന്ന മദ്രസയും സ്കൂളും പഠിച്ച പെണ്ണാണ് ഈ സംഭവം പറയുന്നതെങ്കിൽ ഇത് അമേരിക്കയിലും ഗുജറാത്തിലും മറ്റു രാജ്യത്തും നടന്നതല്ല, നമ്മുടെ കേരളത്തിന്റെ അതാ വളരെ ശക്തമായ നിലയ്ക്ക് നമുക്കൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലത്ത് നടന്ന ഒരു നാട്ടിൽ നടന്ന സംഭവം ചെയ്ത് പ്രവർത്തനം കൂടുതലായിട്ട് സംഭവിച്ച വ്യക്തികളുടെ നാവിൽ നിന്ന് ഒരു കുറവുമില്ലാത്ത രൂപത്തിൽ പൂർണ്ണമായിട്ട് എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എത്തി ഈ മുസ്ലിം സംസ്കാരം? ഈ പെണ്ണുങ്ങളെ ഒരൊറ്റൊന്നിനെയും വിശ്വസിക്കാൻ പറ്റൂല, ഒരൊറ്റ പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ പറ്റൂല. ഇതുപോലെ ആയിരക്കണക്കിന് വീടുകളിൽ മുസ്ലിം നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരുടെ വീടുകളിൽ വരെ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അർഹതയില്ലാത്തവരുമായി അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ വൈകാരികമായിട്ട് സമീപിക്കുന്ന രംഗങ്ങൾ കുടുംബത്തിൽ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിൽ, എളാപ്പ മൂത്താപ്പാന്റെ മക്കൾ തമ്മിൽ, വീട്ടിൽ കുടുംബത്തിലൊക്കെ സൗകര്യമാണ്. അതുകൊണ്ട് ഉമ്മമാര് ശ്രദ്ധിച്ചോളണം, ബാപ്പമാര് ശ്രദ്ധിച്ചോളണം. നടക്കുന്ന സത്യമാണ് ഇത്. പെൺകുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്ക, എന്റെ കുട്ടി ഡോക്ടർ, എഞ്ചിനീയർ, ഡിഗ്രി, എന്തൊക്കെ കോഴ്സ്, അത് വേണം ഇത് വേണം, എന്നിട്ട് വലിയ ആളാണ് ഞാൻ എന്ന അഹങ്കാരത്തിന് വേണ്ടി ഭൗതിക ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചിട്ട് മക്കളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ ലൗവിലാണ്. ആ ലവ് നിലനിർത്താൻ വേണ്ടിയിട്ട് 9ലും 10ലും SSLCക്കും +1നും 2നും 3ക്കും പഠിക്കുന്ന കുട്ടികൾ ബ്ലൂ ഫിലിമിന്റെ അടിമകളാണ്. കാരണം എന്താ? SSLC ജയിച്ചപ്പോ ബാപ്പ അയച്ചു കൊടുത്തതാ, ഉമ്മ നിർബന്ധിച്ചു, നിങ്ങളെ മോന് പൊന്നുമോൻ ഇത്ര മാർക്ക്, നിങ്ങളെ പൊന്നുമോൾ ഇത്ര മാർക്ക് കൊടുത്തില്ല, ഒരു മൊബൈൽ ഒന്ന് അയച്ചു കൊടുത്തു നോക്കി മനുഷ്യ. അയച്ചു കൊടുത്തു. എന്നൊക്കെ ഒരു കമ്പ്യൂട്ടറിന്റെ മുഴുവൻ ഉപയോഗവും നടക്കുന്ന മൊബൈലുകൾ വിപണിയിലുണ്ട്.
ആ മൊബൈലിൽ ആൽബം കാസറ്റുകളും സീരിയലുകളും സിനിമകളും നിറച്ചു വെച്ചു ചിപ്പുകളിലും മറ്റും. എന്നിട്ട് ബ്ലൂ ഫിലിം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ബ്ലൂ ഫിലിമിൽ കണ്ടിട്ട് സഹപാഠിയായ സ്നേഹിക്കുന്നവനെ പിടിച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ വാടകയ്ക്ക് വിളിച്ചിട്ട് കാറിൽ വെച്ചും മറ്റു വാഹനങ്ങളിൽ വെച്ചും ലൈംഗിക പ്രവർത്തനങ്ങൾ നടത്തിയ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മദീനത്ത് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് എനിക്ക് പറയാൻ പ്രയാസമുണ്ട്. ഒരു കുടുംബം വന്ന് സങ്കടം പറഞ്ഞ കൂട്ടത്തിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന പെൺകുട്ടി വന്നിട്ട് പറയാണ്, ആ പെൺകുട്ടി ഒരു അമുസ്ലിമായ ഒരു സഹപാഠിയായ വ്യക്തിയുമായിട്ട് വാഹനത്തിൽ വെച്ച് അതാ ലൈംഗിക വേഴ്ച നടത്തിയ സംഭവം പറഞ്ഞത്. ഇങ്ങനത്തെ നാറുന്ന നീറുന്ന നെട്ടിപ്പിക്കുന്ന മ്ലാച്ഛമായ നിന്ദ്യമായ വ്യഭിചാര പ്രവർത്തനങ്ങൾ ഇന്ന് വീട്ടിലും നാട്ടിലും കുടുംബത്തിലും മാന്യന്മാരുടെയും മാന്യന്മാരാണെന്ന് പറഞ്ഞു നടക്കുന്നവരുടെയും വീടുകളിൽ നടക്കുന്നത്. നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ നമ്മുടെ ഭാര്യ മക്കളിൽ, പെൺമക്കളിൽ, സഹോദരിമാരിൽ, ഉമ്മമാരിൽ ഇത്തരം ഹറാമിന്റെ കലർപ്പ് മൊബൈലിന്റെ ദുരുപയോഗം കൊണ്ട്, ഇന്റർനെറ്റിന്റെ ദുരുപയോഗം കൊണ്ട് നാം അഴിച്ചുവിടുന്ന എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്ത് അമിതമായ സ്വാതന്ത്ര്യവും സൗകര്യം പോലെ ജീവിക്കാനുള്ള വഴിയിലും സ്ത്രീകളെ അഴിച്ചുവിട്ടപ്പോ എടാ ഈ പരിശുദ്ധ ദീൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലഫാക്കപ്പെട്ട പല്ല് ഉഹദിന്റെ താഴ്വരയിൽ വെച്ചിട്ട് ജബൽ റുമാത്ത് കുന്നിന്റെ മുകളിൽ വെച്ചിട്ട് ശത്രുക്കൾ എറിഞ്ഞിട്ട് അമ്പെയ്തിട്ട് തങ്ങളെ സ്വലഫാക്കപ്പെട്ട ചുണ്ടിന് തട്ടിയിട്ട് പല്ലിലേക്ക് ഏശിയിട്ട് പെടഞ്ഞ് പെടഞ്ഞ് പല്ല് ഷഹീദായിട്ടില്ലേ? അവിടുത്തെ സ്വലഫാക്കപ്പെട്ട കൈ പാറയിൽ തട്ടിയിട്ട് രക്തം ചിന്തിയപ്പോ ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ബിമിതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ഓ കയ്യേ, നീ വെറുമൊരു കൈയല്ലേ. ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ എണാങ്കളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് പിടക്കുന്ന കയ്യിനെ നോക്കി ആദർശം പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഖന്തഖിന്റെ കിടങ്ങ് കീറുമ്പോ വയറ്റത്ത് കന്തൂറയുടെ കമീസിന്റെ ഉള്ളിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് സ്വഹാബത്ത് തളർന്നു വീണപ്പോ കാണിച്ചു കൊടുത്ത നേതാവിന് ഓർമ്മയില്ലേ ഉമ്മമാര്? ആ സ്വഹാബത്ത് പടഞ്ഞു പടഞ്ഞ് അതാ ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ വലിയ നിലക്ക് സ്നേഹിച്ച് തങ്ങൾ ഇന്നീ ഖബൽതു മുഹമ്മദാ എന്ന് ഒരാൾ ഒരു ശത്രു പറഞ്ഞപ്പോ എന്റെ നേതാവ് കൊല്ലപ്പെട്ടോ, അതുകൊണ്ട് ഞാൻ ഇനി ജീവിക്കൂല എന്ന് പറഞ്ഞിട്ട് ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരോടെ തക്ബീർ ഉദ്ധരിച്ച് വലിയ ധ്വനി മുഴക്കിയപ്പോ 4 ഭാഗത്തുനിന്നും ശത്രുക്കൾ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വളഞ്ഞിട്ട് വെട്ടുന്നു, തലക്ക് വെട്ടുന്നു, കൈക്ക് വെട്ടുന്നു, തോളിന് വെട്ടുന്നു, വയറ്റിന് കുത്തുന്നു, പുറത്ത് കുത്തുന്നു, കാലിന് കുത്തുന്നു. അവസാനം രക്തം ചിന്തി ചിന്തി പമ്പ് ചെയ്ത് ആ വലിയ മഹാൻ കിടന്ന് ശ്വാസം പടഞ്ഞ് അവസാനമായി കലിമത്തു തൗഹീദ് പറഞ്ഞ് ശ്വാസമടങ്ങി. ഉഹദിൽ ആരൊക്കെയാണ് ഷഹീദായത്? തങ്ങളും സഹാബത്തും പരതി നടക്കുകയാണ്. ഒരു ഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹുണ്ട്, തങ്ങൾ പൊട്ടിക്കരയാണ്. മറുഭാഗത്ത് മിസ്അബ് തങ്ങളുണ്ട്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുവന്നു. ജനാസ ഹബീബായ തങ്ങളുടെ നേതൃത്വത്തിൽ അതാ പരിപാലിക്കുകയാണ്, സംസ്കരിക്കുകയാണ്. അതാ കഫം തുണി, അതാ കഫം പൊതിയാൻ വേണ്ടിയിട്ട് കഫം തുണി അതാ കൊണ്ടുവരാൻ പറയുന്നു. സഹാബത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ കഫൻ ചെയ്യാൻ നോക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അതാ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ തല കഫം തുണി കൊണ്ട് മറച്ചാൽ കാല് മറയുന്നില്ല, കാല് മറച്ചാൽ തല മറയുന്നില്ല. അറിയോ ഉമ്മമാരെ, ബാപ്പമാരെ, നമ്മളെ കുട്ടികൾക്ക് ഡസൻ കണക്കിന് ഡ്രസ്സ് അലുമാറയിലുണ്ട്. പക്ഷേ ഒരു സിനിമ പുതിയത് റിലീസായപ്പോ, ഒരു സിനിമ തമ്മാടിപ്പെണ്ണ് ഇറങ്ങിയപ്പോ ഒരു ആൽബം കാസറ്റിൽ ആണിന്റെ തോളിൽ കൈവച്ചിട്ട് ഞാൻ നിന്റത്, നീ എന്റത്, നീ ഇല്ലാതെ എനിക്ക് പറ്റൂല, ഞാൻ ഇല്ലാതെ നിനക്ക് പറ്റൂല എന്ന പ്രേമം പങ്കിടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ധരിക്കുന്ന അവരുടെ വേഷവിധാനം അനുകരിച്ചുകൊണ്ട് ആ ഡ്രസ്സ് തന്നെ എന്റെ മകൾക്ക് വേണോ, അതിന് ഭർത്താവിന്റെ ക്യാഷ് 1-ാം തീയതി ആയാലേ സാലറി കിട്ടുള്ളൂ, അതിന്റെ മുമ്പ് തന്നെ കല്യാണത്തിന് പോകുമ്പോ, വയറ് കാണാൻ പോകുമ്പോ, സൽക്കാരത്തിന് പോകുമ്പോ മകൾക്ക് അത് ധരിപ്പിക്കണം, എനിക്കത് ഉടുക്കണം എന്ന് കരുതിയിട്ട് സ്വന്തം കയ്യിലെ വള ലോൺ ചെയ്തിട്ട് ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട്
ഡ്രസ് ഡസൻ കണക്കിനുണ്ടായിട്ടും സിനിമ നടിമാരാകുന്ന ഹറാമികളെ പിന്തുടർന്ന് ജീവിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളെ, ആണുങ്ങളെ, അറിയോ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ നോക്കുമ്പോ തലമറച്ചാൽ കാലുമറയുന്നില്ല, കാലുമറച്ചാൽ തലമറയുന്നില്ല. അവസാനം തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മിസ്അബിന്റെ തലഭാഗം മറിച്ചിട്ട് ബാക്കി കാൽഭാഗം വെളിവാകുന്ന സ്ഥലം പുല്ലുകൊണ്ട് മറച്ചിട്ട് ഖബറിലേക്ക് ഇറക്കിക്കോ സ്വഹാബാ. ഉമ്മമാരോട് പറയാണ്, അതുകൊണ്ട് മൊബൈലുള്ളവര് ശ്രദ്ധിക്കണം. അത്യാവശ്യത്തിനല്ലാതെ മൊബൈലിനെ ഉപയോഗിക്കരുത്. അതേ, ആവശ്യമില്ലാത്ത കുട്ടികളെ കയ്യിലൊന്നും മൊബൈൽ കൊടുക്കരുത്. മുസ്ലിം പെൺകുട്ടികളുടെ മൊബൈലിൽ ആൽബം കാസറ്റ് ഉണ്ടെങ്കിൽ, സിനിമയുണ്ടെങ്കിൽ, സീരിയൽ ഉണ്ടെങ്കിൽ മുഴുവൻ ചിപ്പുകളും അതാ വലിച്ചെറിഞ്ഞ് തച്ചുടച്ചിട്ട് അള്ള പൊരുത്തപ്പെട്ട നിലക്ക് മാത്രം ജീവിക്കാൻ ഉമ്മന്റെ പെൺകുട്ടികളെ ഈ മജ്‌ലിസിൽ പ്രതിജ്ഞ ചെയ്യണം. അറിയോ, നിന്നെ പോലെ 18 വയസ്സായ ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, വലതുഭാഗത്തെ മുലക്ക് സ്തനത്തിന് ക്യാൻസറാണ്, എടുത്തു കളഞ്ഞു, ഇടതുഭാഗത്തേക്ക് വന്നു. അവസാനം ഡോക്ടർ കൈവിട്ടു, ബായാറിൽ വന്നു. ആ പെൺകുട്ടിയുടെ ആങ്ങളമാരും കുടുംബക്കാരും വന്നിട്ട് പറയാണ്, തങ്ങളെ ഇപ്പൊ ക്യാൻസർ പിടിച്ച സ്തനത്തിന്റെ ഇടതുഭാഗത്തെ മുറിവായ സ്ഥലത്തുനിന്ന് പുഴുക്കൾ പുറത്തു വരികയാണ്. ഓ ഉമ്മമാരെ, പെൺകുട്ടികളെ, റസൂലുള്ളാഹിന്റെയും സ്വഹാബത്തിന്റെയും ജീവൻ ബലിയർപ്പിച്ച പരിശുദ്ധ ദീനിനെ ഹറാമ് കൊണ്ട്, വ്യഭിചാരം കൊണ്ട് പൂരം കാണാൻ വേണ്ടി പോകുന്ന പെണ്ണുങ്ങള്, പൂരത്തിന് വേണ്ടി പോകുന്ന നേർച്ച പൂരം എന്ന പേരിൽ, നേർച്ച എന്ന പേരിൽ പൂരം നേർച്ചകൾ നടക്കുമ്പോ കുട്ടികളുടെ മദ്രസ മുടക്കിയിട്ട് പൂരം കാണാനും അതാ കൊട്ടിഘോഷിക്കാനും ബാൻഡടി കാണാനും വേണ്ടിയിട്ട് അതാ പരസ്യമായിട്ട് തലമറക്കാതെ മാറുമറക്കാതെ ഹറാമായ നിലക്ക് ബോഡി ഷേപ്പ് പർദ്ദയും പരിഷ്കരിച്ച നിലക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബിന്റെ പിറകിലായിട്ട് നടക്കുന്ന ഓ മുസ്ലിമീങ്ങളെ, നിന്നെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, ഈ തമ്മാടികൾ സ്വർഗത്ത് പോകൂല, ഈ വ്യഭിചാരികൾ സ്വർഗത്ത് പോകൂല, വലാ യജിദുന റീഹഹാ, ഈ തമ്മാടികൾക്കും അവർക്ക് സപ്പോർട്ട് ചെയ്ത ആളുകൾക്കും സ്വർഗത്തിന്റെ മണം പോലും അല്ല കൊടുക്കൂല. അതുകൊണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം, കൃത്യമായിട്ട് നിസ്കരിക്കണം. ഒരൊറ്റ വക്ത് നിസ്കാരം കളാക്കരുത്. മഗ്‌രിബായാൽ ടിവിയും സിനിമയും ബ്ലൂഫിലിമും പട്ടുറുമാലും നോക്കുന്നതിന് പകരം ഖുർആൻ മറിച്ച് യാസീനോത്, സൂറത്തുൽ മുൽക്കോത്, സജദോത്, അർറഹ്മാനോത്. ഓതാൻ അറിയില്ലേ? അസ്മാഉൽ ബദരീൻ ചൊല്ല്, അസ്മാഉൽ ഹുസ്ന ചൊല്ല്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ കാക്കണം യാ റബ്ബനാ. അല്ലാഹ് ബദരീങ്ങളെ പേര് പറഞ്ഞിട്ട് ഞങ്ങളെ മുൻഗാമികൾ ജീവിച്ചപ്പോ അവർക്ക് ഒരു സമാധാനക്കെടും കൊടുത്തില്ല. അവരെ മക്കള് കള്ളു കുടിച്ചില്ല. ചെറുപ്പക്കാരെ, കള്ളുകുടിയന്മാരില്ലേ, കഞ്ചാവ് വലിക്കുന്നവരില്ലേ, ആൻസ് വെക്കുന്നവരില്ലേ, പൻപരാഗ് ചവക്കുന്നവരില്ലേ, കടുത്ത തെറ്റല്ലേ. അള്ള നിന്റെ ആയുസ് ചുരുക്കി പരീക്ഷിക്കും കേട്ടോ, കടുത്ത രോഗം വരും കേട്ടോ, മലായിക്കത്ത് നിന്നെ ശപിക്കും കേട്ടോ, റസൂലുള്ളാഹ് നിന്നെ ശപിക്കും കേട്ടോ. സ്റ്റോപ്പ് ചെയ്യണേ, കൃത്യമായിട്ട് നിസ്കരിച്ചോ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ബദർ മൗലിദ് ഓതിക്കോ, മങ്കൂസ് മൗലിദ് ഓതിക്കോ. എല്ലാ നിലക്കും മഹാന്മാരുടെ മദ്ഹ് കീർത്തനങ്ങൾ ധാരാളം പറഞ്ഞു, ഖുതുബിയത്ത് പറഞ്ഞു. യാ ഔഫ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി സ്വലാത്തിന്റെ സദസ്സിൽ വരണം, മൗലിദിന്റെ സദസ്സിൽ വരണം. ഹൈറാത്തുകൾ മുഴുവനും ചെയ്യണം, ഈമാനോടെ ജീവിക്കണം, ഹറാമൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം ഖൽബിൽ സ്നേഹം നിറച്ച് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എല്ലാവരും എണീക്ക്, ഞാൻ നിർത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബേ, റസൂലുള്ളാഹിനെ കൊണ്ട് ഞങ്ങളെ ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. തഖ്വയും ഈമാനും വറഉം വർദ്ധിപ്പിക്കണം അല്ലാഹ്. ഞങ്ങളെ കാര്യങ്ങളോട് സഹകരിക്കുന്നവരെ നീ ഏറ്റെടുക്കണം റഹ്മാനേ.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വലിയ മഹത്തായ പാവപ്പെട്ട ഒരു വ്യക്തിയുടെ വീട് നിർമ്മാണത്തിലേക്ക് നിങ്ങളൊക്കെ തരണം. അപ്പൊ വലിയൊരു സംഖ്യ ഒരാൾ പറയും. ഞാൻ ചോദിച്ചാൽ 1 ലക്ഷമായി എന്നൊന്നും പറയണ്ട. നിങ്ങൾ ഒരാൾ വലിയൊരു സംഖ്യയോട് പറയും. അല്ലാഹുവേ അവരെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ആദ്യം പറയുന്നവരെ സ്വർഗത്തിലേക്ക് നീ മുന്നിലാക്കണം റഹ്മാനെ. ഒരാൾ പറയും വലിയ സംഖ്യ. എത്ര? 25,000 രൂപ. അഷ്റഫ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്ത് കോളേജിന്റെ പ്രിൻസിപ്പളാണ്. റഹ്മാനുർ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് എല്ലാത്തിലും, സ്ഥാപനത്തിലും, കുട്ടികളിലും, പഠനത്തിലും, ജോലിയിലും, ഭാര്യമക്കളിലൊക്കെ വലിയ ബറക്കത്തിന് നൽകണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണം റഹ്മാനെ. ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ അടക്കം ഒരു രോഗവും അവരിലും കുടുംബത്തിലും നൽകല്ല അല്ലാഹ്. അവരിൽ നിന്ന് മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. 7 മാസം പ്രായമായ മകളുടെ കുട്ടിക്ക് അസുഖമാണ്, ചികിത്സിച്ചിട്ട് ഫലമില്ല. ദുആ ചെയ്യാൻ ഈ ഫണ്ടിലേക്ക് 25,000 രൂപ ഒരു സഹോദരൻ അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് കുട്ടിയുടെ ഉമ്മ 500 രൂപയും തന്നിട്ടുണ്ട്. ആഫിയത്ത് നൽകണം അല്ലാഹ്. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ശിഫ നൽകണം റഹ്മാനെ. പാറക്കൽ ബാവ കറുകപ്പുത്തൂർ